ഇവിടെ ഈ വേദിയിൽ വെച്ച് വിവിധ മേഖലകളിലെ പ്രതിഭാവിലാസം കൊണ്ട് നമ്മുടെ ആദരവേറ്റുവാങ്ങിയ എൻ്റെ ഗുരുതുല്യനും സുഹൃത്തുമായ കവി PK ഗോപിയുടെ പുത്രി കാര്യ ഗോപി അടക്കമുള്ള പ്രതിഭകളെ, ഇവിടുത്തെ അധ്യാപകരെ, പ്രഭാതത്തിൽ തന്നെ തൻ്റെ മക്കളെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സ്വർണ്ണത്താഴ്വരയിൽ നിന്ന് വെള്ളിമലയിലേക്ക് കയറി വരുന്നവരാണ് നമ്മൾ. സിൽവർ ഹിൽ എന്ന് പറയുന്നത് വെള്ളിമലയാണ്. ഈ മലയുടെ മേലെ എന്തെങ്കിലും ഉണ്ടോ? മേലെയല്ല നമ്മൾ നോക്കേണ്ടത്, താഴെയാണ്. നമ്മുടെ കുട്ടികൾ സ്വർണ്ണത്താഴ്വരയിലാണ്, ഗോൾഡൻ വാലിയിലാണ്. ആ ഗോൾഡൻ വാലിയിലുള്ള കുട്ടികളെ സിൽവർ ഹില്ലിൽ നിന്ന് അയൺ കേവിലേക്ക് ഒതുക്കാനല്ല നമ്മളിവിടെ ചേർത്തിരിക്കുന്നതെന്ന് ആദ്യം ബോധ്യപ്പെടുക. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൃത്യമായ റിജിഡായിരിക്കുന്ന മുൻവിധികളുമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ ഗുഹയ്ക്കകത്ത് അടച്ചിടുന്ന ഒരു പ്രവണത നമ്മുടെ പുതിയ കാലഘട്ടത്തിലുണ്ട്. ഗുഹയ്ക്കകത്ത് അടച്ചിടാനല്ല, അവർ ഈ ആകാശത്തിലേക്ക്, പർവ്വതത്തിൽ നിന്ന് മുകളിലേക്ക്, തുറന്ന ആകാശത്തിലേക്ക് വിട്ടയക്കുക, കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ എന്നൊരു കവിത നിങ്ങൾ ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാകും. ആ ആകാശത്തേക്ക് പറക്കാനാണ് ഈ നമ്മുടെ കുട്ടികളെ നമ്മളെ ഈ ഭൂമിയിലേക്ക് പ്രകൃതിയോ ദൈവമോ കർത്താവോ അല്ലാഹുവോ എല്ലാം അയച്ചത്. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഓരോ അത്ഭുതമായ പ്രതിഭാസമായിട്ടാണ്. പ്രതിജന ഭിന്ന വിചിത്ര മാർഗികളാം ലോകമെന്ന് കുമാരനാശാൻ്റെ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരാളും ഈ ഭൂമിയിൽ ജനിച്ചത് മറ്റൊരാളെപ്പോലെയുമാകാനല്ല, വ്യത്യസ്തമായ ഒരു ദൗത്യവുമായിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ 800 കോടി മനുഷ്യരുടെയും കോലം 800 കോടിയാണ്. ഒരാളെപ്പോലെ 9 ആളുണ്ടെന്ന് പറയുകയുള്ളൂ, ഒരാളെപ്പോലെ ഒരാളുമില്ല. നമ്മുടെ കുട്ടികളെല്ലാം ഓരോ പ്രതിഭാസമാണ്, ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തെ കണ്ടെത്തി അവരെ വളർത്തുക എന്നത് കേവലം അച്ഛനും അമ്മയുമായാൽ ചെയ്യുന്ന പണിയല്ല. ഞാനിവിടെ നിങ്ങളോട് ക്ലാസ് എടുക്കാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാനങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്നൊക്കെ നോട്ടീസിലടിച്ച് ഞാനങ്ങനെ അങ്ങ് സ്വയം അഭിമാനിക്കുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മോട്ടിവേഷൻ ലഭിക്കേണ്ടത് നമ്മിൽ നിന്ന് തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളോട് വൈലോപ്പള്ളി ശ്രീധരമേനോൻ പറയുന്ന ഒരു കവിതയുണ്ട്. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരിക്കൊന്ന പൂവും എന്ന കവിത കേൾക്കാത്തവരുണ്ടാവില്ല. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് പനിനീർ പൂവെന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് തെച്ചിപ്പൂവെന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് കൊന്നപ്പൂവിനെ, വിഷുവിന് കണി കാണുന്നത് കൊണ്ട് മാത്രമാണോ കൊന്നപ്പൂവിനെ വൈലോപ്പള്ളി എടുത്ത് അവതരിപ്പിച്ചത്? മനസ്സിൽ അല്പം കൊന്നപ്പൂവുണ്ടാവട്ടെ എന്ന് പറയാൻ കാരണം എന്താണ്? അനുകൂല സാഹചര്യത്തിൽ വിരിയുന്ന വസന്തകാലത്തെ പുഷ്പങ്ങളാണ് മറ്റുള്ളതെല്ലാം. എന്നാൽ വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂത്തു. ONV വരികളാണ്. പ്രതികൂല സാഹചര്യത്തിൽ പുഞ്ചിരിക്കാൻ കഴിയുന്നതാണ് കൊന്നപ്പൂവിൻ്റെ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മോട്ടിവേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കൊന്നപ്പൂവാണെന്ന്. വരണ്ടുണങ്ങിയ മണ്ണിൻ്റെ ഇടയിലേക്ക് ആർദ്രതയുടെ എവിടെയെങ്കിലും ഒരു തരിയുണ്ടോ എന്നന്വേഷിച്ചിട്ട് അവിടത്തേക്ക് വേര് വായിച്ചിട്ട് അതിൽ നിന്ന് ആ ജലബിന്ദുവിനെ വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കൊന്നപ്പൂവായി വിരിയിക്കുന്ന, ദൈവത്തെ കാട്ടിത്തരുന്ന കസാൻത സാക്കിസിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വരി, ഐ ആസ്ക്ഡ് ടു ആൽമോണ്ട് ട്രീ, സിസ്റ്റർ പ്ലീസ് സേ അബൌട്ട് ഗോഡ്, ദെൻ ദി ആൽമോണ്ട് ട്രീ ബ്ലോസംഡ് എന്നാണ്. ഞാൻ ആൽമോണ്ട് വൃക്ഷത്തോട് ചോദിച്ചു, സോദരി നീ ദൈവത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കൂ. അപ്പോൾ ആൽമോണ്ട് വൃക്ഷം പുഷ്പിച്ചു എന്നാണ്.
ആ പുഷ്പിക്കലാണ് ദൈവം, ആ പുഷ്പിക്കലാണ് വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിൻ്റെ പുഷ്പിക്കൽ പ്രക്രിയയിലേക്ക് പാരൻറ്റിങ്ങിൽ നിന്ന് ഗ്വാർഡിയനിലേക്ക് പോവുക. മാതാപിതാക്കളിൽ നിന്ന് രക്ഷകർത്താവിലേക്കുള്ള വളർച്ച നേടാൻ നിങ്ങൾ നിരന്തരം വളരണം. വളരേണ്ടത് കുട്ടിയല്ല, നിങ്ങളാണ്. കാരണം കുട്ടിയുടെ ആകാശം നിങ്ങളാണ്. നിങ്ങളുടെ ആകാശം ചെറുതാകുമ്പോൾ കുട്ടിയും ചെറുതാകും. അതുകൊണ്ട് രക്ഷകർത്താക്കളെ, കുട്ടികൾ സ്കൂളിൽ ഇരിക്കുന്നത് 6 മണിക്കൂറാണ്. പോകാനും വരാനും 2 മണിക്കൂറും കഴിച്ചിട്ട് 8 കഴിച്ചിട്ട് ബാക്കി 16 മണിക്കൂർ അവർ നിങ്ങളോടൊത്താണ്. ഊണിലും ഉറക്കിലും നിങ്ങളോടൊത്താണ്. അവരാശ്രയിക്കുന്നതും അവരെ നിങ്ങൾ ആശ്രയിക്കുന്നതും ഇപ്പോൾ പരസ്പരാശ്രയ സംഘമായി മാറിയിരിക്കുകയാണ്. കുട്ടികളെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം രക്ഷിതാക്കളും ഈ നെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുട്ടികളെയാണ് ആശ്രയിക്കുന്നത് എന്നൊരു സത്യമാണ്. അതുകൊണ്ട് പരസ്പര ആശ്രയ സഹകരണ സംഘമാണ് നമ്മുടെ വീട്. പണ്ടത്തെ സങ്കല്പത്തിൽ ഞാനാണ് ഈ ലോകത്തിൻ്റെ മുതലാളി, ഞാനാണ് എല്ലാവർക്കും മേലാളി, ഞാനാണെന്ന ആ അഹന്തഭാവത്തോടു കൂടിയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ അടിച്ചു പൊളിക്കേണ്ട കാലം പോയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബം ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബം ഡെമോക്രാറ്റിക് ആവുക എന്നതാണ്. എന്താണ് ഈ ഡെമോക്രസി? ഡെമോക്രസി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു നാട്ടുകാരാണ് നമ്മൾ. മനുഷ്യനും ഭാര്യയും ഭർത്താവും അച്ഛനും മക്കളും സഹോദരന്മാരും അയൽവാസികളും നാട്ടുകാരും എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തുവാനുള്ള ലോകത്തിൻ്റെ ഏറ്റവും ഇന്നോളം കണ്ടുപിടിച്ചതിൽ ഏറ്റവും മനോഹരമായ കെമിസ്ട്രിയാണ് ഡെമോക്രസി. നമ്മുടെ കുടുംബത്തിൽ ഡെമോക്രസി ഉണ്ടോ? സഭ, ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനം സഭയാണ്. സഹിതമായിരിക്കുന്ന പ്രകാശമാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്ന വാക്കിൻ്റെ അർത്ഥം സഹിതമാകുമ്പോൾ ലഭിക്കുന്ന പ്രകാശമെന്നാണ്. ആ പ്രകാശം ലഭിക്കാറുണ്ട്. പാർലമെൻറ്റ് സഭയാണ്, ലോകസഭയാണ്, രാജ്യസഭയാണ്, നിയമസഭയാണ്. അവിടെ പ്രകാശമാണോ ഉണ്ടാകുന്നത് എന്ന് അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന പ്രകാശമാണ്. ഭ എന്ന് പറഞ്ഞാൽ ശോഭ എന്നാണ് അർത്ഥം. സഭ. നിങ്ങളുടെ വീട് ഒരു സഭയാകണോ? നിങ്ങളുടെ വീട്ടിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ, മൊബൈൽ ഫോണിൻ്റെയോ ടി വിയുടെയോ വാട്സപ്പിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ തടസ്സമില്ലാതെ നമ്മുടെ മക്കളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് വർത്തമാനം പറയാൻ കഴിയുക എന്നതായിരിക്കണം ആദ്യത്തെ നിങ്ങളുടെ കഴിവ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇതിഹാസ കഥകൾ പറയുന്നത് മക്കളുടെ കണ്ണിൽ നോക്കാത്തതിൻ്റെ ദുരന്തമാണ്. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമെന്ന് തെളിവ് തരാം ഞാൻ. മഹാഭാരതമാണല്ലോ ഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസ കാവ്യം. ആ മഹാഭാരതത്തിൽ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്നൊരു വിമാനത്താവളമുണ്ട്. ആ വിമാനത്താവളം പണ്ട് ഗാന്ധാരം എന്ന രാജ്യമായിരുന്നു. ആ സ്ഥലം, ആ ഗാന്ധാരത്ത് സുബലൻ എന്ന് പറയുന്ന ഒരു രാജാവിനൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ഗാന്ധാരി എന്നായിരുന്നു. അവൾക്കൊരു വിവാഹാന്വേഷണം വന്നത് ഹസ്തിനപുരത്തിൽ നിന്നാണ്. ഹസ്തിനപുരത്തിന് വിവാഹം അന്വേഷണം വന്നപ്പോൾ പയ്യന് കണ്ണ് കാണുമോ എന്നൊന്നും നോക്കണ്ട, അത്രയും വലിയ പ്രഗത്ഭരാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ മകനെ ഒരു വിവാഹ അന്വേഷണം വന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഗത്ഭരായ ഒരു നേതാവിൻ്റെ, അല്ലെ വലിയ പൈസക്കാരൻ്റെ, അല്ലെ ധിരുഭായ് അംബാനിയുടെ കുടുംബത്തിൽ നിന്നൊരു വിവാഹാന്വേഷണം വന്നാൽ ആ പയ്യന് അല്പം കാലിന് മുടന്നുണ്ടെന്നെങ്കിൽ നിങ്ങൾ അതൊന്നും നോക്കണ്ട, ധിരുഭായ് അംബാനി അങ്ങനെ കൊടുക്കാൻ തയ്യാറായി. ആര്? സുബലൻ കൊടുത്തു. പക്ഷേ ഇവളറിയില്ല തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. ഗാന്ധാരി വിവാഹ പന്തലിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് തപ്പിത്തടച്ച് കയറി വരുന്ന ധൃതരാഷ്ട്രരെ കണ്ടത്. ആ ധൃതരാഷ്ട്രൻ അന്ധനാണെന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധാരി തന്നെ പറ്റിച്ച സകലമാന മനുഷ്യരോടുമുള്ള പ്രതിഷേധ സൂചകമായിട്ട് തൻ്റെ മന്ത്രകോടി പറച്ചു ചീന്തി കണ്ണിൽ കെട്ടി. പിന്നീട് ആ ഭർത്താവും ഭാര്യയും അന്ധനും അന്ധയുമായിട്ട് നടന്നു. 100 മക്കളെ പെറ്റു. 100 മക്കളിൽ ഒന്നുപോലും ബാക്കിയായില്ല. ഈ മരണത്തിന് ശേഷം ഇവർക്ക് ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും എന്ന ONVയുടെ ഭൂമിക്കൊരു ചരമഗീതത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ പോലും ബാക്കിയായില്ല. കാട്ടുതീയിൽപ്പെട്ട് മരിക്കേണ്ടി വന്നു ആ ഒരു 100 മക്കളുടെ അമ്മ. മറ്റാരെങ്കിലും നമുക്കറിയുമോ?
എന്ത് കാര്യം? എല്ലാ മക്കളും നല്ലവരായിരുന്നു. സു ആയിരുന്നു, സുയോധനൻ എന്നായിരുന്നു പേര്. സു എന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും സു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞൊന്നുമല്ല, മനസ്സിലായോ? ആ സുയോധനൻ പക്ഷെ ആരായി? ദുര്യോധനായി, ദുഷിച്ചുപോയി, ദുശാസനായി. ദുഷിച്ചു പോകാൻ കാരണം ഭർത്താവിനോ മക്കളെ അവരുടെ കണ്ണുകളിൽ നോക്കാൻ, അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷയും ആ കണ്ണുകളിലെ ദൈന്യതയും അതിലെ സ്വപ്നങ്ങളും കാണാൻ ഭർത്താവിനോ പറ്റുന്നില്ല. എന്നാൽ ഞാനല്ലേ ആ മക്കളെ കാണേണ്ടത്, അവരുടെ കണ്ണുകളിൽ നോക്കേണ്ടത് എന്ന ബോധ്യത്തിൽ ഭർത്താവിൻ്റെ കണ്ണായി മാറാൻ പഴയൊരു മലയാള സിനിമാ ഗാനം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ എന്ന് അന്ധനായ ഭർത്താവ് പാടുമ്പോൾ ഭാര്യ പാടുക, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ എന്ന് പാടേണ്ടതിന് പകരം ഈഗോ ക്ലാഷം കൊണ്ട് കണ്ണും കെട്ടി നടന്നു. 100 മരിച്ചു, ഒന്നുപോലും ബാക്കിയില്ല. മഹാഭാരതത്തിൻ്റെ ആ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞില്ല എന്നതാണ്. നിങ്ങളുടെ മക്കളുടെ കണ്ണുകളിൽ നോക്കാറുണ്ടോ നിങ്ങൾ? കണ്ണാണല്ലോ നമ്മുടെ പേഴ്സണാലിറ്റി, കണ്ണാണല്ലോ ആധാർ കാർഡിൽ ഫോട്ടോ എടുക്കുന്നത്, അല്ലേ? കണ്ണാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ പോയി ഇറങ്ങിയപ്പോൾ അവിടെ ചെന്ന ഉടനെ എൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. കണ്ണിൻ്റെ ഫോട്ടോ ആണ്, അത് നോക്കിയിട്ടാണ് തിരിച്ചു വരുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. കാരണം ഇറങ്ങിയ ആൾ തിരിച്ചു പോയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ കമ്പ്യൂട്ടറിൽ അത് ഫീഡ് ചെയ്യണം. ആ കണ്ണിലേക്ക്, വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ശരീരത്തിലേക്കല്ല, അവൻ്റെ മുടിയുടെ, അവൻ്റെ മുഖത്തിൻ്റെ, അവൻ്റെ ശരീരത്തിൻ്റെ അഴകിലേക്കല്ല, അവന് ലഭിക്കുന്ന പരീക്ഷയിലെ മാർക്കിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, അവൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക്, അവൻ്റെ കണ്ണുകളിലെ ആർദ്രതയിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണ് നിങ്ങളറിയണം. എന്ത് ദാരിദ്ര്യത്തിലാണ്? ഭക്ഷണത്തിന് ദാരിദ്ര്യമില്ല, വസ്ത്രത്തിന് ദാരിദ്ര്യമില്ല, ഒന്നിനും ദാരിദ്ര്യമില്ല. ഭൗതിക സുഖങ്ങൾക്കൊന്നും തന്നെ പ്രയാസമില്ല, ആർക്കുമില്ല. ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇന്ന് ആർദ്രതയുടെ കാര്യത്തിലാണ്, ഹൃദയബന്ധങ്ങളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പഠിക്കാൻ അറിയാം. നിങ്ങളവരെ പഠിപ്പിക്കാൻ മെനക്കെടണ്ട, നമ്മളെക്കാൾ അവർക്ക് പഠിക്കാൻ അറിയാം. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യം അവരുടെ അനുഭൂതിയുടെ, ആനന്ദത്തിൻ്റെ മേഖല പൂർണ്ണമായും അവരുടെ ശരീരത്തെ കേന്ദ്രീകരിച്ചായി മാറുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയണം. ശരീരത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആനന്ദം, അനുഭൂതി. അതുകൊണ്ടാണ് കോവിഡ് ആനന്തര കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തുറന്നത് ബുക്ക് സ്റ്റാളുകളല്ല, ഹോട്ടലുകളാണ്. പുതിയ പുതിയ ഭക്ഷണങ്ങളിലേക്ക്. നമുക്കെല്ലാം ഒരുപാട് പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒരു പേരേ ഉള്ളൂ നമുക്ക്. ഒന്നുകിൽ ശവം അല്ലെങ്കിൽ മയ്യത്ത്, ഇതേ ഉള്ളൂ. എന്നാൽ അക്കാര്യത്തിൽ എത്ര ഭാഗ്യവാനാണ് കോഴി. മരിക്കുന്നത് വരെ ഒറ്റ പേരേ ഉള്ളൂ കോഴിക്ക്, പക്ഷെ മരിച്ചാൽ 28 പേരുണ്ട് കോഴിക്ക്, ഇല്ലേ? ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ഈ മാംസത്തിൻ്റെ വിവിധ ഭാവങ്ങൾ അന്വേഷിച്ച് പുതിയ പുതിയ ഹോട്ടലുകളിൽ നിന്ന് പുതിയ പുതിയ ഹോട്ടലുകളിലേക്ക് കുട്ടികൾ ഓടുകയാണ്. അവരുടെ ശരീരത്തിൻ്റെ ആനന്ദം ഭക്ഷണമാണ്, ഭക്ഷണമാണ്, എല്ലായിടത്തും ഭക്ഷണം. ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ്. അവിടെ നല്ല ഫുഡുണ്ടോ, ഇവിടെ നല്ല ഫുഡുണ്ടോ, ഫുഡ് 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 ഫുഡ്. ഈ ശരീരത്തിൻ്റെ ഈ ഫുഡ് അന്വേഷിച്ച് നടക്കുമ്പോൾ അതിനെ കൊണ്ട് കിട്ടുന്ന, അതിൻ്റെ എരിവ് കൊണ്ട് കിട്ടുന്ന ആ സുഖം പോരാ. അപ്പോൾ കൂടുതൽ സുഖമുണ്ടാക്കാൻ എന്താ മാർഗം? ശരീരത്തിനും മനസ്സിനും ഒരേപോലെ കൂടുതൽ ആനന്ദമുണ്ടാക്കാൻ വിഹിതമാർഗങ്ങൾ വിട്ടുപോകുന്നു. വിഹിതമാർഗങ്ങൾ, അംഗീകരിക്കപ്പെട്ട മാർഗം. മാംഗല്യപ്പൂവിലിരിക്കും മാണിക്യത്തുമ്പി വിളിച്ചു പോരൂ നീ വസന്തകന്യെ തങ്കത്തേരിൽ. ആര്യാഗോപി, ഇപ്പം നമ്മൾ ആദരിച്ച ആര്യാഗോപിയുടെ അച്ഛൻ എഴുതിയ പാട്ടാണിത്. PK ഗോപി എഴുതിയ പാട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ആനന്ദമുണ്ടാകുന്നത് വിഹിതമാർഗമാണ്. പക്ഷേ ആ വിഹിതമാർഗം കുറച്ചുകൂടി പ്രയാസമാണ്. അവിഹിത മാർഗത്തിൽ എളുപ്പത്തിൽ, സ്പീഡാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ നേരിടുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. സ്പീഡാണ്.
വേഗം 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 വേണം, വേഗം വേണം. എനിക്ക് കവിതയുടെ അവസാനം വരെ വായിക്കാൻ നേരമില്ല, കാണാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു സിനിമ കാണുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ സ്ക്രോൾ ചെയ്ത് ക്ലൈമാക്സിൽ എത്തിയിട്ട് എന്താണെന്നറിയണം. അത്രയേ വേണ്ടൂ. സ്പീഡാണ്. അപ്പോൾ സ്പീഡിൽ എങ്ങനെ ആനന്ദമുണ്ടാകും മനസ്സിനും ശരീരത്തിനും? ഭക്ഷണം കൊണ്ടുണ്ടാവുന്നില്ല. അപ്പോൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കുണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഒരുത്ത കോപ്പി അടിക്കുമ്പോൾ മാഷ് പിടിച്ചു. അപ്പോൾ മാഷോട് അവൻ പറഞ്ഞു, ഇതാ മാഷ് ഏറ്റവും എളുപ്പ വഴിയിൽ. അതുപോലെ ശരീരത്തിനും മനസ്സിനും എളുപ്പ വഴിയിൽ ആനന്ദമുണ്ടാക്കാനുള്ള അവിഹിത മാർഗത്തിലേക്ക് പോകുന്നു. കാരണം പദാർത്ഥത്തിന്റെ ആനന്ദമാണ് യഥാർത്ഥ ആനന്ദമെന്ന് ധരിക്കുന്നു. പദാർത്ഥത്തിന്റെ അവസ്ഥകളെ തേടി നടക്കുന്നു. ആ അവസ്ഥയാണ് ഖരം, ദ്രാവകം, വാതകം. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് അടിമയാകുന്നതിൻ്റെ കാരണം അവരുടെ ശരീരത്തിനെ, അവരുടെ ഹാർഡ്വെയറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ സാമൂഹ്യ കുടുംബ ബന്ധങ്ങൾ ഉയരുന്നത്. സാമൂഹ്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശരീരത്തിൻ്റെ സുഖത്തെ ഫോക്കസ് ചെയ്യുന്നു. മനസ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ബക്രീദ് കഴിഞ്ഞു, അതിനു മുമ്പ് വിഷു കഴിഞ്ഞു, അതിനു മുമ്പ് ഈസ്റ്റർ കഴിഞ്ഞു. ഈ ഈസ്റ്ററിനും ബക്രീദിനും വിഷുവിനും ഒക്കെ പട്ടണത്തിൽ പോയിട്ട് മിനിമം ഒരു കേരളത്തിലെ സാധാരണ കുടുംബം പോലും മിനിമം 10,000 രൂപയുടെ പർച്ചേസിങ് നടത്തും. ആ 10,000 രൂപയുടെ പർച്ചേസിങ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു 200 രൂപയുടെ പുസ്തകം വാങ്ങിയ ആളുകൾ എത്രയുണ്ട്? ഒന്ന് കൈവക്കൂ. പട്ടണത്തിൽ പോയിട്ട് 10,000 രൂപയുടെ പർച്ചേസ് ചെയ്തു വരുമ്പോൾ ഒരു 200 രൂപയുടെ പുസ്തകം വാങ്ങുന്നവരെത്രയുണ്ട്? ഒന്ന് കൈവക്കൂ. 1, 2, 3, 4, 5, 6, 7 പേരാണ് കൈവക്കിയത്. 7 പേരാണ്. നിങ്ങൾ തിന്നാൻ വാങ്ങിയ സകല സാധനങ്ങളും പിറ്റേന്ന് രാവിലെ ഫ്ലഷ് അമർത്തിയപ്പോൾ പാതാളത്തിലേക്ക് പോയില്ലേ? എന്നാൽ ആ വാങ്ങിയ പുസ്തകം ഇവിടെ കിടക്കില്ലേ? എന്നിട്ട് കുട്ടികൾ വഴിതെറ്റുന്നു ആശങ്കപ്പെടുന്ന കുറെ മാമന്മാര്. കുട്ടികൾ വഴിതെറ്റുന്നു, എന്തെങ്കിലുമുണ്ടോ? കുട്ടികൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് കുറ്റപ്പെടുത്തുന്ന കുറെ മാമന്മാരുണ്ട്. ഒരു കവിത ചൊല്ലുന്ന വീടില്ല, ഒരു കഥ പറയുന്ന വീടില്ല, ഒന്ന് വട്ടത്തിലിരുന്നിട്ട് പത്രം വായിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീടില്ല. ഞാനും എൻ്റെ മകനും ഇവിടെ ഉണ്ട്. ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തത് കൊറിയയും റഷ്യയും തമ്മിലുണ്ടാക്കിയ കരാറും ഇന്ത്യക്ക് എങ്ങനെ ബാധിക്കുമെന്നതാണ്. ഇന്ത്യക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് സത്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വരുന്ന വഴിയിൽ ഡിസ്കസ് ചെയ്തത് അൽക്കായാഗ്നിക്കിന് ചെവി കേൾക്കാതായി പോയി. അതിനെക്കുറിച്ച് ഇന്ന് മനോരമ പത്രത്തിലൊരു ലേഖനമുണ്ട്. ആ ലേഖനമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ മനോരമ പത്രത്തിൽ തൂങ്ങിച്ചത്തത് കിണറ്റ് തുള്ളിയ വാർത്തകളല്ലാതെ പോസിറ്റീവായ വാർത്തകൾ വായിക്കാറുണ്ടോ? പോസിറ്റീവായ വാർത്ത, വറ്റിപ്പോയ പുഴകളുടെ വാർത്തകൾ എപ്പോഴും പത്രത്തിൽ വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അറിയുമോ, 50 വർഷം മുമ്പ് വറ്റിപ്പോയ ഒരു പുഴ 10 വർഷം മുമ്പ് വീണ്ടും ഒഴുകാൻ തുടങ്ങിയ വാർത്ത നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? 50 വർഷം മുമ്പ് വറ്റിപ്പോയൊരു പുഴ 10 വർഷം മുമ്പ് വീണ്ടും ഒഴുകാൻ തുടങ്ങി. ഒരു ചാനലിലും ഒരു പത്രത്തിലും വന്നില്ല. അതെവിടെയാ? ഇന്ത്യയിലാണ്. ഇന്ത്യക്കാരെങ്കിലും അറിയോ? ഇന്ത്യയിൽ എവിടെയാ? കേരളത്തിലാണ്. അറിയുമോ? പാലക്കാട് ജില്ലയിലെ ഭവാനിപ്പുഴയുടെ കൈവഴിയായ കൊടുങ്കരപ്പള്ളം എന്നൊരു പുഴ കഴിഞ്ഞ 10 വർഷമായി ഒഴുകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പത്രത്തിലും ഒരു ചാനലിലും ആ വാർത്ത വന്നില്ല. പക്ഷെ സ്വിറ്റ്സർലൻഡിലെ ചാനൽ ഒരു ദിവസം മുഴുവൻ ആ വാർത്ത അത് ഡോക്യുമെന്ററി ആയിട്ട് കാണിച്ചു. ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ ആ പുഴ മാത്രമായിരുന്നു. കാരണം അതൊരു പോസിറ്റീവ് വാർത്തയാണ്. ഈ വാർത്ത കണ്ടതിന് ശേഷം ഞാനും എൻ്റെ സഹപ്രവർത്തകരും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർമാരെല്ലാവരും ഞങ്ങളൊരു ബസ്സും പിടിച്ചിട്ട് അട്ടപ്പാടിയിൽ പോയിട്ട് അവിടുത്തെ സൈലന്റ് വാലിയുടെ താഴ്വരയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർമെട്രിയിൽ പോയി താമസിച്ചിട്ട് 3 ദിവസം ഞങ്ങൾ ആ പുഴയുടെ കരയിലൂടെ നടന്നു. ആ പുഴയെപ്പറ്റി പഠിച്ചു. എങ്ങനെയാണ് ഈ പുഴ വീണ്ടും ഒഴുകാൻ തുടങ്ങിയത്? അട്ടപ്പാടി ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ബോധപൂർവമായ വാട്ടർ ഷെഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ആ പുഴ വീണ്ടും ഒഴുകിയത്. പക്ഷേ നമ്മൾ ആ വാർത്ത വായിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്, പരുക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. നമ്മൾ ആരാമങ്ങളെ കാട്ടിക്കൊടുക്കും മക്കൾക്ക്.
നമ്മുടെ വീടുകളിൽ നിന്നുള്ള ചർച്ച എന്താ? റോഡിലൂടെ അതാരാ പോകുന്നത്? അത് ബഷീറാണ്. അയ്യോ മഹാവൃത്തികെട്ടവനാ, അവൻ്റെ ദോഷമല്ല എണ്ണി. കുറച്ച് കഴിഞ്ഞിട്ട് ഗോവിന്ദൻകുട്ടി പോകുന്നു, അവൻ അതിലും പോക്കാ. സെബാസ്റ്റ്യൻ തീരെ അബദ്ധമാ, പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂല, പ്രസിഡന്റ് മഹാബദ്ധം, MLA പോക്കാണ്, മന്ത്രിമാര് പോക്കാണ്, മുഖ്യമന്ത്രി പോക്കാണ്, പ്രധാനമന്ത്രി പോക്കാണ്, ലോകത്തിൽ സകല ആളും പോക്കാണ്. ഒരാളെ ലോകത്തിലുള്ളൂ നല്ലത്, അതാരാ? ഞാൻ മാത്രം. ഇത്തരത്തിലുള്ള ഡിസ്കഷനിലൂടെ നിങ്ങളുടെ കുട്ടികളിൽ ഉയരുന്ന ഭാവം എന്താണെന്നറിയുമോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് നമ്മുടെ തെരുവുകളിൽ നടക്കുന്നത് ഇപ്പോൾ. എൻ്റെ മതം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ വീട് മാത്രം ശരി, ഞാൻ മാത്രം ശരി. ഇതാണ് നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വണ്ടി മറ്റൊരുത്തൻ ഓവർടേക്ക് ചെയ്താൽ അത് ശരിയല്ലല്ലോ. അങ്ങനെ അവൻ ശരിയാവണ്ട, പിന്നെ അവനെ ഓവർടേക്ക് ചെയ്യണം. എത്ര പിന്നിൽ നിന്ന് ഓണടിച്ചാലും ഞാൻ മാറിക്കൊടുക്കില്ല, കാരണം ഞാനാണ് ശരി, ഞാനാണ് ശരി എന്ന ഭാവത്തിലേക്ക് പോവുകയാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നതാണ് നമ്മുടെ പുതിയ തലമുറയുടെ മഹാഭൂരിപക്ഷത്തിൻ്റെയും. ചെറുതാവാൻ അവർക്ക് തയ്യാറല്ല, അവർ വലുതാണ്, അവർ രാജാവാണ്. ഭൂരിപക്ഷത്തിൻ്റെയും മനോഭാവം അതാണ്. ആ മനോഭാവത്തെയാണ്, കാലത്തിൻ്റെ കണ്ണാടിയാണല്ലോ കല. ഇപ്പോൾ ഇവിടെ മാനേജർ പറഞ്ഞല്ലോ, ആവേശം എന്നൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ? ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു കുഴപ്പം, നല്ല ഫോർവേഡാണ് എല്ലാ രക്ഷിതാക്കളും, പക്ഷേ നമ്മൾ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. ഞാൻ ഇപ്പൊ തെളിവ് തരാം. എന്താണ് ഇല്ലുമിനാട്ടി എന്നറിയുന്ന എത്ര ആളുണ്ട്? ഒന്ന് കൈവക്കുക. ഇല്ലുമിനാട്ടി എന്താണെന്ന് അറിയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? ഇവിടെ ഒന്ന് കൈവക്കും. 1 2 പേരാണ് ഇല്ലുമിനാട്ടി എന്താണെന്ന് അറിയുന്നത്. അതെന്താ സംഭവം? നിങ്ങളുടെ വീട്ടിലെ UP സ്കൂളിലെ കുട്ടിയോട് ചോദിക്കൂ, അവൻ പറയും ഇല്ലുമിനാട്ടി എന്താണ്. ആവേശ സിനിമയിൽ ഇപ്പോൾ അതിനെപ്പറ്റി ഒരു പാട്ടുണ്ട്, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അതിൽ ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി കേട്ടിട്ടുണ്ടോ? ആ പാട്ടിന്റെ ആ വരികൾ, അതിൽ വേറൊരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ടവകാശം. കുട്ടികളുടെ പാട്ടാണ്. വൈക്കം സത്യാഗ്രഹം പോലുള്ള നവോത്ഥാന മൂവ്മെന്റുകളാണ് കേരളത്തെ വളർത്തിയതെന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുക. വഴി ഉണ്ടാക്കാൻ അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. എന്നിട്ട് കുട്ടികൾ പാട്ട് പാടുക, വഴി തെറ്റാനുമുണ്ട് അവകാശം. അതിൻ്റെ അവസാനം തീരുന്നത് കാട്ടുതോന്യാസം, കാട്ടുതോന്യാസം എന്നാണ് ഈ പാട്ടിലെ വരി. കാരണം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഒന്നിനോടും ചേരാൻ, എല്ലാറ്റിൻ്റെയും ഊസാക കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥാണ്. ഊസാക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. LCM എന്നെല്ലാം കേട്ടിട്ടില്ലേ? ഉത്തമ സാധാരണ ഗണിതം. 9ൻ്റെയും 12ൻ്റെയും ഊസാക 3ആണ്. 9നെ 3 കൊണ്ട് ഹരിച്ചാലും 12നെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം കിട്ടാത്തതാണ് ഊസാക. നമ്മൾ ഓരോന്നിനെ കാണുമ്പോഴും, ഓരോ ആളെ കാണുമ്പോഴും, ഓരോ പ്രതിഭാസത്തെ കാണുമ്പോഴും അതുമായി പൊരുത്തപ്പെടാൻ പറ്റണ്ടേ? 2020 കോവിഡ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ദിവസങ്ങളായിരുന്നു കോവിഡ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ. പക്ഷെ ആ കാലഘട്ടത്തെ ഞാൻ ഊസാകിയാക്കി. ഞാനന്ന് കോഴിക്കോട് പട്ടണത്തിൻ്റെ അരികിൽ ഇതിനടുത്ത് 10-30 ദിവസമുണ്ടായിരുന്നു ICUലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUലായിരുന്നു. 2020 മെയ് 20 മുതൽ ഞാൻ 10-30 ദിവസം ICUലായിരുന്നു. എനിക്ക് ഡയാലിസിസ് ചെയ്തിരുന്നു, എൻ്റെ രക്തം മുഴുവൻ മാറ്റിയിരുന്നു. ഏത് നിമിഷവും ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം വണ്ടിയുമായിട്ട് പുറത്ത് കാവലുണ്ടായിരുന്നു. കാരണം എൻ്റെ ഭാര്യ മാത്രമായി പോകരുതല്ലോ, അനുജനും ഭാര്യയുമായിരുന്നു എൻ്റെ കൂടെയുള്ളത്. പക്ഷെ ഞാൻ അതിജീവിച്ചു. പക്ഷെ ആ ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ദിവസങ്ങൾ. കാരണം അന്ന് കോവിഡ് ആയതുകൊണ്ട് ഹോട്ടലൊന്നും തുറക്കില്ല. രാവിലെ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു സബ് എഡിറ്റർ ഉണ്ട്, ഡോക്ടർ OK മുരളീകൃഷ്ണൻ, എൻ്റെ അയൽവാസിയും സുഹൃത്തുമാണ്. ഇവൻ വീട്ടിൽ നിന്ന് അല്പം കഞ്ഞിയും ചമ്മന്തിയുമായിട്ട് രാവിലെ വരും. ആ വരുന്ന കൂട്ടത്തിൽ അകത്തേക്ക് കയറുന്നവരുടെ കയ്യിൽ ഒരു പുസ്തകം കൊടുക്കും. ഉറക്കമില്ലാതെ രാത്രികളിൽ ഞാൻ 10-27 പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. അതുകൊണ്ട് ആ അനുഭവം, ആ പുസ്തകങ്ങളെ എന്നെ കണക്ട് ചെയ്തത് അന്നെന്നെ കടിച്ച അണലിപ്പാമ്പാണ്. ആ അണലിപ്പാമ്പിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉസാഗ കണ്ടെത്തി. ആ ഭീകരമായ ദിവസങ്ങളിൽ
പാമ്പ് കഴിച്ചിട്ട് ഇപ്പം മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന ആളാ. പക്ഷെ 27 പുസ്തകങ്ങൾ ഞാൻ അവിടുന്ന് വായിച്ചു തീർത്തു. ഏതിനോടും നമുക്ക് പൊരുത്തപ്പെടാനുള്ള, തിരുത്തപ്പെടാൻ തീഷ്ണവാദങ്ങൾ ഇവരോട് പൊരുത്തപ്പെടാൻ നമുക്ക് ഞാൻ നാശിക്കുന്നു. യുഗപരിവർത്തനമെന്ന വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത മുഴുവൻ രക്ഷിതാക്കളൊന്ന് വായിക്കുക. വീട്ടിൽ നിന്ന് ഒച്ചത്തിൽ വായിക്കുക. അതിനെപ്പറ്റി അർത്ഥം പറയൂ. നാം അറിയാത്തോർ, നമ്മളെ അറിയാത്തോർ. നമ്മുടെ ഗ്രാമത്തിൽ ഒരുപാട് ആൾ വന്നിരിക്കുന്നു. നാം അറിയാത്തോർ, നമ്മളെ അറിയാത്തോർ. പണ്ടെല്ലാം നമ്മളെ എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവരെയും അറിയായിരുന്നു നമ്മുടെ ഗ്രാമത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നാം അറിയാത്തവരും നമ്മളെ അറിയാത്തവരുമാണ്. അതിനോട് എങ്ങനെ പൊരുത്തപ്പെടാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ഉസാക കണ്ടെത്താൻ പ്രേരിപ്പിക്കുക. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നത് മാറിയിട്ട് പിന്നെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന രക്ഷിതാക്കളാവുന്നു. ചിലപ്പോൾ പ്രതീക്ഷക്കനുസരിച്ചാവാൻ ഇദ്ദേഹം ഇട്ട ടാർജറ്റിലേക്ക് കുട്ടി എത്തണമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ടാർജറ്റ് ചെയ്തത് പനിനീർ പൂവാണ്, പക്ഷെ കുട്ടി ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയിൽ പനിനീര് വിരിയിക്കാൻ ശ്രമിച്ചാൽ ചെമ്പരത്തി ഉണ്ടാവില്ല, പനിനീരുണ്ടാവില്ല, ചെടി ഉണങ്ങിപ്പോവും. അങ്ങനെ ബോധപൂർവം ഇങ്ങനെ ടാർജറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം കുട്ടി അത്ര എത്താതിരിക്കുമ്പോൾ എപ്പോഴും ശപിക്കുക. 50-ൽ 45 മാർക്ക് വാങ്ങി വന്ന ഒരു കുട്ടിയോട് ഒരിക്കലും ഒരു രക്ഷിതാവ് 45 ഷെയ്ക്കൻഡ് കൊടുക്കുന്നില്ല. പകരം ആ 5 എങ്ങനെയാ പോയെന്ന് അറിയേണ്ടത്. ഏതാ തെറ്റിയത്? കിട്ടാത്ത 5-നാണ് കിട്ടിയ 45-നേക്കാൾ വില കൊടുക്കുന്നത് നമ്മൾ. അങ്ങനെ ആ കുട്ടിക്ക് തോന്നുക ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അപകർഷതാബോധം ഉണ്ടാവുക. എന്നെ ഒന്നിനും കൊള്ളില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശകാരം കേൾക്കേണ്ടി വരുന്ന ആൺകുട്ടികളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ സ്കൂളുകളിൽ ഞാൻ ഇപ്പോൾ പോയപ്പോൾ പെൺകുട്ടികൾ നല്ല സ്മാർട്ടാണ്. പണ്ട് നേരെ തിരിച്ചിട്ട് പെൺകുട്ടികൾ നാണം കുണികളും ആൺകുട്ടികൾ സ്മാർട്ടുമായിരുന്നു. എന്നാൽ ഇപ്പം നേരെ തിരിഞ്ഞു. പെൺകുട്ടികൾ സ്മാർട്ടാണ്, ആൺകുട്ടികൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ വിളിച്ചാൽ പ്ലാസ്റ്റിക് സഞ്ചി അടുപ്പിലിട്ടതുപോലെ അയ്യോ എന്നെ വിളിക്കല്ലെന്ന് പറഞ്ഞ് പിറകോട്ടി ചുരുങ്ങിയാണ്. അതാണ് എന്തുകൊണ്ടാണ് ഈ ആൺകുട്ടികളെ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ വിവേചനമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പണ്ട് പെണ്ണാണെന്ന് പറയും, ഇപ്പം അതൊന്നുമില്ല. പെൺകുട്ടികൾ നല്ല എനർജറ്റിക്കാണ്. ആൺകുട്ടികളെ നീ അങ്ങനെയാണ്, നീ ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തുക. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ടീമുണ്ട്. ആ ടീം PTA എക്സിക്യൂട്ടീവിലുണ്ടെങ്കിൽ ഈ PTA പൊളിച്ച് കയ്യിൽ തരും. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, ലോകം മൊത്തം പോക്ക. ഈ 3 ഭാവങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ വീണ്ടെടുക്കൂ. നമ്മുടെ കുട്ടികളെ വീണ്ടെടുത്തിട്ട് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല എന്ന മട്ടിലേക്ക് മാറണമെങ്കിൽ ഈ അനന്തമായ പ്രപഞ്ചത്തിന്റെ, കാലത്തിന്റെ, ദേശത്തിന്റെ അറ്റത്തേക്ക് പോകാൻ നിങ്ങളുടെ കുട്ടികളെ പ്രേരിപ്പിക്കണം. A+ വേണം. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം A+ന്റെ ബാനറാണ് ഇപ്പോൾ അല്ലേ? അഭിനന്ദനത്തിന്റെ ബാനറാണ്. എന്താണ് ഈ പ്ലസ്? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു വാക്കിനും, ഒരു ചിഹ്നത്തിനും, ഒരു ശബ്ദത്തിനും അർത്ഥമില്ലാതൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാറ്റിനും അർത്ഥമുണ്ട്. ദൈവങ്ങളുടെ പേരുകളുടെ അർത്ഥം അന്വേഷിച്ചാലാണ് ബഹുതമാശ. ഒരാധ്യാത്മിക പ്രഭാഷകനും അറിയില്ല വിഷ്ണുവിന് എന്താ വിഷ്ണു എന്ന് പേരിട്ട്. വിഷ്ണുവിന് വിഷ്ണു എന്ന് പേരിടാൻ കാരണം അച്ഛനും അമ്മയുടെ പേരാ? അല്ലല്ലോ. അത് മനുഷ്യന്റെ വികാസ പ്രകൃതിയുടെ പ്രതീകമാണ്. പലരും നമ്മൾ അറിയേണ്ടതൊന്നും അറിയുന്നില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, ഉത്തരം പഠിക്കുന്നവരായി മാറുന്നു നമ്മൾ. ഈ കേരളത്തിൽ ഇത്രയും നല്ല സ്കൂളുകളും ഇത്രയും നല്ല വിദ്യാഭ്യാസ പ്രക്രിയയും ഇത്രയും കൂടുതൽ A+ ഉണ്ടാക്കിയിട്ടും നമ്മുടെ രാജ്യം ഇത്രയും വിവരമുള്ള നാടായിട്ടും ഒരു നോബൽ സമ്മാനം എന്താ ഇന്ത്യയിൽ കിട്ടാത്ത? നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ മഹാഭാരതം 1.5 ലക്ഷം ശ്ലോകങ്ങളുള്ള, രാമായണമുള്ള, ഉപനിഷത്തുകളുള്ള, ഭാഗവതമുള്ള നാട്ടിൽ ഒരു നോബൽ സമ്മാനം ആദ്യമായി കിട്ടിയത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക. അവസാനമായി കിട്ടിയത് ഏതാണെന്നറിയാവോ? അതിന് തന്നെയാ. വേറെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ കിട്ടാത്തതെന്നറിയാവോ? സിമ്പിളാണ്. കിട്ടാത്തതിന് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കുവൈറ്റിലൊരു മലയാള മിഷന്റെ പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാനവിടെ തെരുവുകളിലെല്ലാം അത്ഭുത കഥാപാത്രമായി. അതെൻ്റെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല. ഞാനവിടെ പാൻ്റ് ഇടാണ്ട് മുണ്ടെടുത്ത് നടന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും മുണ്ട് അത്ഭുതത്തോടെ നോക്കുക. അതുകൊണ്ട് അറബികളെല്ലാം വന്നിട്ട് മുണ്ടിൻ്റെ കൂടെ സെൽഫി എടുക്കുക. വിദേശികളെല്ലാം വരിക മുണ്ടിൻ്റെ കൂടെ ഒരു പുതിയ വസ്ത്രം അവിടെയൊക്കെ മലയാളികളുണ്ട്. അവരൊന്നും അകത്തല്ലാതെ പുറത്ത് മുണ്ടെടുക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്.
ഞാനൊരു മാള് കയറിയപ്പോൾ അവിടുത്തെ എല്ലാവരും വന്നിട്ട് എൻ്റെ കൂടെ സെൽഫി എടുത്തു, മുണ്ടിൻ്റെ കൂടെ. അപ്പോൾ ആ വിദേശികൾ പറഞ്ഞത്, യു ആർ ഫ്രം ദി ലാൻഡ് ഓഫ് ഗീതാഞ്ജലി എന്നാണ്. ഗീതാഞ്ജലിയുടെ നാടല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു. അഭിമാനത്തോടെ എനിക്ക് തോന്നി, ആ ഭാരതത്തിൽ ആദ്യം നോബൽ സമ്മാനം കിട്ടിയ നമ്മുടെ അഭിമാനമായ കൃതി വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കൂ. ഗീതാഞ്ജലി വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കൂ. അപ്പൊ മനസ്സിലായില്ലേ വേറെ കിട്ടാത്തതിന്റെ കാരണം എന്താ? ആകെ നമുക്കുള്ളത് ആരും വായിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ എന്നിട്ട് സർവജ്ഞ പീഠം കയറിയവരാണെന്ന മുൻവിധിയുമായി നടക്കുക. നമ്മൾ എത്ര ചെറുതാണ്. ഇത്രയും വലിയ മഹാഭാരതമൊക്കെയുള്ള നാട്ടിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു പ്രസംഗം നടത്തി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നളന്ദ ഏതാ? നളന്ദ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പുള്ള യൂണിവേഴ്സിറ്റിയാണ് നളന്ദ. തക്ഷശില. പാശ്ചാത്യർ പറയുന്നൊരു വാക്കുണ്ട്, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. നമ്മളാണ് കിഴക്കന്മാര്, പൗരസ്ത്യന്മാര്. നമ്മൾ വിവേകശാലികളാണെന്ന് പണ്ടേ അവർക്കറിയാം. എന്നിട്ടും എന്തേ നമ്മുടെ നാടിങ്ങനെ പട്ടിണി റാങ്കിങ്ങിൽ 111 സ്ഥാനത്തായി പോയതെന്തേ? എന്താണ് അതിന് കാരണം? നമ്മുടെ ഉത്തരങ്ങളാണ് കാരണം. നമ്മുടെ ഉത്തരങ്ങളാണ്. തയ്യാറാക്കി വെച്ച ഉത്തരങ്ങൾ പഠിക്കലാണ് വിദ്യാഭ്യാസം എന്ന് വിചാരിച്ചു പോയി നമ്മൾ. ഉത്തരം ഉണ്ടാക്കുന്ന തലമുറയുണ്ടാക്കിയില്ല. ചോദ്യങ്ങൾ ഉണ്ടാവണം. ചോദ്യമാണ് പ്രധാനം. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരാണോ ചോദിക്കുക എന്നൊരു സിമ്പിൾ ചോദ്യം. ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കണമോ, ഉള്ളവർ ഇല്ലാത്തവരോട് ചോദിക്കണമോ? കൃത്യമല്ലേ മറുപടി? ഇല്ലാത്തവർ ഉള്ളവരോടാണ് ചോദിക്കേണ്ടത്. അറിവുള്ളത് വിദ്യാർത്ഥിക്കാണോ അധ്യാപകനാണോ? അധ്യാപകന്. ഇല്ലാത്തതോ വിദ്യാർത്ഥിക്ക്. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കേണ്ടത്? അപ്പൊ ചോദ്യം ചോദിക്കേണ്ടത് ആരാ? വിദ്യാർത്ഥികളാണ്. ഉത്തരം പറയേണ്ടവരാരാ? അധ്യാപകരാണ്. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നേ? അധ്യാപകരാണ്. ഉത്തരം പറയേണ്ടവരാരാ? കുട്ടികളാണ്. കുട്ടികൾക്ക് ഉത്തരം അറിയെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? ഇത്രയും ഫീസ് കൊടുക്കുമോ? ഉത്തരം അറിയാത്ത കൊണ്ടല്ലേ വരുന്നത്. ഏത് ഉത്തരാ ചോദിക്കുന്നത്? കൊടുത്തേൽപ്പിച്ച ഉത്തരം. കൊടുത്തേൽപ്പിച്ച ഉത്തരം. അധ്യാപകർ കൊടുത്തേൽപ്പിച്ച ഉത്തരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, തിരിച്ചു വാങ്ങുന്നു. കൊടുത്തേൽപ്പിച്ചത് തിരിച്ചു വാങ്ങിയ കുട്ടിയുടെ കയ്യിലുണ്ടാവും അത്. 8 കഴിഞ്ഞ് 9-ലെത്തുമ്പോൾ 8-ലൊന്നുമില്ല. 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോൾ 9-ലെല്ലാം പോയി. 10 കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10-ൽ ഇത് പോയി. എന്തിന്? വിഡ്ഢിത്തമല്ലേ ഇത്? ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് നിങ്ങളുടെ വീടുകൾ ഡെമോക്രാറ്റിക് ആവുക. ചോദ്യങ്ങൾ ഉയർത്തട്ടെ. എന്താണത്? എങ്ങനെയാണത്? ആ ചോദ്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി സ്കൂളിലെ മാഷ് പറഞ്ഞ ചെറിയൊരു കണക്ക്, അത് തെറ്റാണെന്ന് പറഞ്ഞ മലയാളിയാണ്. 1 1 2, 2 1 3 എന്ന് മാഷ് പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞു, ഒരു പുഴ അങ്ങൊന്നും വരുന്നു, ഒരു പുഴ ഇങ്ങൊന്നും വരുന്നു. 2 പുഴയും ഒത്തുചേർന്നാൽ പിന്നെ 2 പുഴയല്ല, വലിയ പുഴയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 1 1 കൂട്ടിയാൽ ഇമ്മിണി വലിയ 1 എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ വിദേശ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടത്. മാഷ് പറഞ്ഞ കണക്ക് അല്ല, അതിനപ്പുറത്തെ സത്യമന്വേഷിക്കലാണ് നമ്മുടെ ജോലി. സത്യമന്വേഷിക്കലാണ് വിദ്യാഭ്യാസം എന്നറിയണം. അങ്ങനെയാണ് ആ സത്യമന്വേഷിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് വികാസമുണ്ടായത്. നമ്മൾ സത്യം ആരോ പറഞ്ഞു വെച്ച സത്യത്തിൽ അപ്പുറം ഒരു സത്യമില്ല. മാഷക്കറിയുന്ന സത്യം. ടിൻറ്റുമോൻ്റെ തമാശ കേട്ടിട്ടുണ്ടാവുമല്ലോ. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാത്തതിന് ടിൻറ്റുമോനെ ക്ലാസ് ഒന്ന് പുറത്താക്കി. അച്ഛൻ ചോദിച്ചു, എന്താ ഉത്തരം പറയാഞ്ഞത്? അപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞു, മാഷക്ക് ഉത്തരം അറിയാമെന്ന് പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മാഷക്കത് അറിയാം, പിന്നെ എന്നോട് ചോദിക്കേണ്ടതാ? മാഷക്കറിയുന്ന ഉത്തരത്തിന് അപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാത്തതിൻ്റെ ദുരന്തമാണ് ഇത്രയും വലിയ വിവരമുള്ള നമ്മളെ നാട്ടുകാർ. ഇവിടെ ഇരിക്കുന്ന ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒന്ന് ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ നോക്കൂ. ഈ മൈക്ക് കണ്ടുപിടിച്ചത് നമ്മളല്ല, വാച്ച് കണ്ടുപിടിച്ചത് നമ്മളല്ല, പേന കണ്ടുപിടിച്ചത് നമ്മളല്ല, പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് നമ്മളല്ല, കടലാസ് കണ്ടുപിടിച്ചതും അച്ചടി കണ്ടുപിടിച്ചതും നമ്മളല്ല, ഗ്ലാസ് കണ്ടുപിടിച്ചത് നമ്മളല്ല, ഫാന് കണ്ടുപിടിച്ചത് നമ്മളല്ല, ബൾബ് കണ്ടുപിടിച്ചത് നമ്മളല്ല. അധ്യാപനം നടത്തണം. അധ്യാപകർ എന്താണ് ചെയ്യുന്നത്?
രക്ഷിതാക്കളെ, നിങ്ങളും അധ്യാപകരാണ്. നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകർ. അധ്യാപനം നടത്തണം. അധി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അധി എന്ന് പറഞ്ഞാൽ 2024 അധിവർഷമാണല്ലോ. ഫെബ്രുവരി 29 ഉണ്ട്. അതുകൊണ്ട് 366 ദിവസം +1 ഒരു ദിവസം കൂടുതലുള്ളത് കൊണ്ടാണ് അധിവർഷമാകുന്നത്. അധി എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. നമ്മുടെ ലോകത്തിൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കാനാ വിദ്യാഭ്യാസം, അല്ലാതെ നിലവിൽ അച്ചടിച്ചു വെച്ച പുസ്തകങ്ങൾ പഠിക്കാനല്ല. അലക്സാണ്ടർ ഗ്രഹാം ബെൽ അധിയാപനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഫോൺ ഉണ്ടാവുമായിരുന്നില്ല. തോമസ് ആൽവ എഡിസൺ അധിയാപനം നടത്തിയത് കൊണ്ടാണ് ബൾബ് കത്തുന്നത്. റൈറ്റ് സഹോദരന്മാർ അധിയാപനം നടത്തിയത് കൊണ്ടാണ് കോഴിക്കോട് വിമാനത്താവളം ഉണ്ടായത്. നമ്മുടെ കുട്ടി നിലവിലുള്ളത് പഠിക്കാൻ മാത്രം നിങ്ങൾ ഇത്രയും കാശ് ചെലവാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി ഇരുത്തല്ലേ. അവനെ പ്ലസ് ആക്കണം. എങ്ങനെ? മാർക്കിലല്ല. ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരവസ്ഥ ഇന്നുണ്ടാവണമെങ്കിൽ എന്തു വേണം? അവൻ്റെ മനസ്സ് വികസിക്കണം, അവൻ്റെ ഹൃദയം വികസിക്കണം, അവന് ആനന്ദവും അനുഭൂതിയുടെയും ചിന്തയുടെയും ലോകം വളർത്താനുള്ള പരിശ്രമം നടത്തണം നമ്മൾ. ആ പരിശ്രമം നടത്താൻ എന്തു വേണം? അവൻ്റെ അറിവിനെ കാലത്തോടും ദേശത്തോടും നമ്മൾ കണക്ട് ചെയ്യണം. കാലദേശബന്ധം എന്താണത്? നമ്മുടെ അറിവ് കാലദേശ ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരായത്. പക്ഷിമൃഗാദികൾക്ക് കാലദേശബോധമില്ല. 2024 ജൂൺ മാസം 22-ാം തീയതിയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പശുവിനോ പട്ടിക്കോ പൂച്ചക്കോ അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ ഇന്ന് ശനിയാഴ്ചയാണെന്ന്? അറിയില്ല. അവർക്ക് എല്ലാ ദിവസവും ഒരുപോലെയാ. അവർക്ക് ഭൂതകാലമില്ല. ഉണ്ടോ? എവിടെ നിന്നോ വന്നു ഞാൻ എന്നവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്നും അറിയില്ല. അതറിയുമ്പോൾ മനുഷ്യൻ അതറിയുന്നത് വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. ആ വിളക്കുമരങ്ങളാണ് അധ്യാപകർ. ആ വിളക്കുമരങ്ങളാണ് പുസ്തകങ്ങൾ. ആ വിളക്കുമരങ്ങളാണ് തത്വശാസ്ത്രജ്ഞന്മാർ. ആ വിളക്കുമരങ്ങളാണ് ആചാര്യന്മാർ. ആ വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. നമുക്ക് കാലബോധമുണ്ട്, നമുക്ക് ദേശബോധവുമുണ്ട്. ഇത് കോഴിക്കോട് കോർപ്പറേഷനാണ്. പക്ഷെ കോർപ്പറേഷനിൽ നിന്ന് ജനകീയാസൂത്രണ പദ്ധതിയിൽ വിതരണം ചെയ്ത ഒരു പശുവിനും അറിയില്ല ഇത് കോഴിക്കോട് കോർപ്പറേഷനാണെന്ന്. അറിയുമോ? ദേശബോധമില്ല. കാലദേശബോധങ്ങളാണ് നമ്മളെ മനുഷ്യരാക്കിയത്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെയാണ്? അനന്തം അജ്ഞാതം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ട് നമ്മൾ ഇരിക്കുന്ന ഇടം എന്തെന്ന് നമുക്കറിയാം. ഏത് അക്ഷാംശം ഏത് രേഖാംശത്തിൽ നമ്മൾ ഉണ്ടെന്ന് നമുക്കറിയാം. ദേശകാലബോധങ്ങളാണ്. ആ ദേശകാലബോധത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന അറിവിനെ കണക്ട് ചെയ്യുമ്പോഴാണ് പ്ലസ് ആവുന്നത്. നമ്മുടെ അറിവിനെ ദേശത്തിനും കാലത്തിനും പറ്റുന്ന വിധത്തിൽ വിളക്കിച്ചേർക്കണ്ടേ? വിളക്കിച്ചേർക്കണം. അത് ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് ദേശബോധത്തെ എക്സ് ആക്സിസിൽ വരയ്ക്കാം, കാലബോധത്തെ വൈ ആക്സിസിലും വരയ്ക്കാം. ദേശകാലബോധങ്ങൾ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യബിന്ദു ഉണ്ടല്ലോ, അതാണ് ആ അറിവ്. ഇതിനാണ് പ്ലസ് എന്ന് പറയുക. ഇങ്ങനെയും ഇങ്ങനെയും വരയ്ക്കുന്നതിനെയാണ് പ്ലസ് എന്ന് പറയുക. A+ വേണ്ടേ? ഓരോ അറിവിനെയും ദേശകാലബോധവുമായിട്ട് ബന്ധമില്ല നമുക്ക്. ആ ബന്ധപ്പെടുത്താനുള്ള ഇച്ഛാശക്തി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വിവരമുള്ളവൻ എഞ്ചിനീയർ ആവുന്നു, അതിൽ കുറച്ച് താഴെയുള്ളവൻ ഡോക്ടർ ആവുന്നു. ഞാൻ എഞ്ചിനീയർമാരുടെ ഒരു സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചു. ഏറ്റവും അറിവുള്ളവരല്ലേ നിങ്ങൾ? എന്നിട്ട് ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് 1 മാസം മഴ പെയ്യുന്നതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഒരു റോഡ് ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങളുടെ അറിവ് ഈ കാലത്തിനും ദേശത്തിനും പറ്റുന്ന മഴക്കാലത്തിന് എവിടെയോ വിദേശത്തുണ്ടാക്കിയ സാങ്കേതിക വിദ്യയും പഠിച്ചിട്ട് കേരളത്തിന് പറ്റുന്ന വിധത്തിൽ ദേശത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ റോഡ് ഉണ്ടാക്കാൻ പഠിച്ചില്ല. അതാണ്. അപ്പൊ അറിവിനെ പ്ലസ് ആക്കുന്നത് ദേശകാലബോധത്തിലാണ്. അതുകൊണ്ട് നമ്മൾ മറ്റൊന്നും ചെയ്യണ്ട പ്ലസ് ആക്കാൻ. മനുഷ്യനാവുന്നത്, പക്ഷി മൃഗാദികളിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്, മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷെ ആന അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു. ഈ 10 ലക്ഷം വർഷത്തിനിടയിൽ ഒരു ട്രൗസർ ഉടുക്കാൻ ആനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? ഇല്ല. ഒരു പ്ലസ്സും ഇല്ല, അത് ഒരു മൈനസും ഇല്ല. നമ്മളാണ് നമ്മുടെ ബാല്യത്തിലുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലൊന്ന് വ്യത്യാസം, ഒന്ന് മാറ്റം നോക്കൂ. നമ്മൾ പഠിച്ച ഇവിടെയുള്ള പല രക്ഷിതാക്കളും പഠിച്ച സ്കൂളും ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളും ഒന്ന് നോക്കൂ.
ഞാൻ പഠിച്ച സ്കൂളിൽ മിക്ക ദിവസവും ഡെസ്കും ബെഞ്ചിനും ഞങ്ങളോട് വലിയ മാപ്പ് ചോദിച്ച് കാലിന് വീഴും. കാരണം മിക്ക ഡെസ്കിനും 3 കാലേ ഉണ്ടാവും. അല്ലെങ്കിൽ നിലം കുഴിയായിരിക്കും. ഒരു കുഴിയിൽ കാൽ വന്നാൽ നേരെ വീഴും, നഖത്തിൻ്റെ മേലെ വീഴും, നഖം പറയും. മാഷത് പറിച്ച് എറിഞ്ഞിട്ട് ഉപ്പ് തുണിയും ചുറ്റിയിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുന്ന ഒരു കുട്ടി എപ്പോഴും ഒരു സ്കൂളുണ്ടാവും. ഇന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഡെസ്ക് ഉണ്ടോ 3 കാലുള്ളത്? ഇല്ല. എല്ലാ തറയും നല്ല ടൈൽസ് ഒട്ടിച്ചതാണ്, എല്ലാ ഡെസ്കും വെച്ചും നല്ലതാണ്. എന്തെല്ലാം പ്ലസ്സായി, എന്തെല്ലാം വളർച്ച നേടി. മനുഷ്യൻ പ്ലസ് ചെയ്യണം. ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പ്ലസ് ചെയ്യേണ്ടത്? ഈ വീടിന്റെ വലിപ്പവും കാറിന്റെ നീളവുമല്ല, അവന്റെ മനസ്സും അവന്റെ ആർദ്രതയും അവന്റെ വൈകാരികതയും പ്ലസ് ചെയ്യാൻ പുതിയ പുതിയ ഭാവുകങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് അവന്റെ മനസ്സ് വിശാലമാക്കുക. നിങ്ങൾ മൺപാനിയിൽ ഇട്ടുവെച്ച മത്തങ്ങയുടെ മിടിയായി മാറരുത് നമ്മുടെ കുട്ടികൾ. മത്തങ്ങയില്ലേ, മത്തങ്ങ പൂവിൽ നിന്ന് പുറത്തു വന്നാൽ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ആദ്യം ഒരു കായ് ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ അതിന് മിടി എന്ന് പറയും, ചില നാട്ടിൽ അതിന് പൂവലെന്ന് പറയും. ഈ മിടി ചെടിയിൽ നിന്ന് പറിക്കാതെ തന്നെ ഒരു മൺകലത്തിലിട്ട് വെക്കുക. മൺകലത്തിലിട്ട് വെച്ചിട്ട് ചെടിക്ക് നല്ലോണം വെള്ളവും കൊടുക്കുക. ഈ മിടി വലുതായി വരുമ്പോൾ, മത്തങ്ങ വലുതായി വരുമ്പോൾ മൺകലം വളർന്നില്ല. എന്ത് സംഭവിക്കും? ഒന്നുകിൽ മൺകലത്തെ പൊട്ടിക്കും ഈ മത്തങ്ങ, അല്ല മൺകലത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഈ മത്തങ്ങ കെട്ടുപോകും. നിങ്ങളാണ് ഈ മൺകലം. മിടി നമ്മുടെ കുട്ടികളാണ്. അവർ നിരന്തരം വളരുക. അവരുടെ ബുദ്ധിയും മനസ്സും തമ്മിലുള്ളൊരു സംഘർഷമാണ് ഈ പ്രായത്തിൽ. LKG മുതൽ +2 വരെയുള്ള കുട്ടികളല്ലേ. ഈ പ്രായത്തിൽ അവരുടെ ശരീരവും മനസ്സും തമ്മിൽ നടക്കുന്ന സംഘർഷമുണ്ടല്ലോ. ഏതാ ഗുരു, ഏതാ ലഘു എന്ന സംഘർഷം. ഗുരു ലഘു എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നല്ല അർത്ഥം, വലുത് എന്നാണ് അർത്ഥം. അധ്യാപകരെ ഗുരുനാഥന്മാരെന്ന് വിളിക്കുന്നത് കുട്ടികളെക്കാൾ വലിയ അറിവുള്ളത് കൊണ്ടാണ്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ലല്ലോ, വലിയ പരിക്ക് പറ്റിയെന്നല്ലേ. ഗുരു വലുതാണ്, ലഘു ചെറുതാണ്. ഭൂമി വലിയതാണ്, ഗുരുവാണ്. ആപ്പിള് ചെറിയതാണ്. അപ്പൊ ചെറിയതിനെ വലിയത് പിടിച്ചു വലിക്കുമ്പോൾ വലിയതിനൊരു ബലമുണ്ട്, അതാ ഗുരുത്വ ബലം. അങ്ങനെ ഐസക് ന്യൂട്ടൻ ആപ്പിള് വീഴുന്നത് കണ്ടിട്ട് ഭൂഗുരുത്വ ബലം കണ്ടുപിടിച്ചത്. ഭൂഗുരുത്വ ബലം, ഗുരുവിനൊരു ബലമുണ്ട്. നമ്മുടെ മനുഷ്യനാവുന്നത് ഏതാ ഗുരു എന്ന് നോക്കിയിട്ടാണ്. ശരീരമാണോ ഗുരു, മനസ്സാണോ ഗുരു? മൃഗങ്ങൾക്ക് ശരീരമാണ് ഗുരു. ഇത് വലിയ സിൽവർ ഹിൽ ഹൈസ്കൂളാണ്, പബ്ലിക് സ്കൂളാണ് എന്നൊന്നും നോക്കാതെ ഇവിടെ ഈ മുറ്റത്ത് പക്ഷി വന്നാൽ കാഷ്ടിക്കൂലേ? കാരണം അതിന് കാഷ്ടിക്കണമെന്ന് ശരീരത്തിന് തോന്നിയാൽ മനസ്സ് ഇവിടെ പറ്റില്ല എന്ന് പറയില്ല. ഒരു പശു തെരുവിൽ മൂത്രമൊഴിക്കുന്നു, ചാണകമിടുന്നു, കാരണം അതിൻ്റെ ശരീരത്തിന് വേണ്ടിയ മനസ്സ് മൃഗങ്ങൾക്കും ഉണ്ട് കേട്ടോ. പക്ഷെ ആ മനസ്സ് ശരീരത്തിന് വേണ്ടിയാ. എൻ്റെ നാട്ടിലെ പട്ടിക്കെല്ലാം കണക്കറിയാം. വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങളൊരു 2 വീലറിൽ പോവുക. അപ്പോൾ റോഡിൻ്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുന്നു. പട്ടി തല ഉയർത്തി നോക്കുമ്പോൾ 2 വീലറൊന്നും കണ്ട അനങ്ങൂല. കാരണം 2 വീലറിന് പോകേണ്ട സ്ഥലമുണ്ടല്ലോ അവിടെ. പിറകെ ഒരു ലോറിയോ കാറോ വന്നാൽ പട്ടി എഴുന്നേറ്റ് വഴി മാറി തരും. കാരണം ലോറിയുടെ വീതി എത്രയാണെന്നും 2 വീലറിൻ്റെ വീതി എത്രയാണെന്നുള്ള കണക്ക് പട്ടിക്ക് അറിയുന്നതുകൊണ്ടല്ലേ മാറിത്തരുന്നത്. എന്നാൽ നമ്മുടെ കൂട്ടത്തിലെ ചില പട്ടികൾക്ക് ഈ കണക്കറിയില്ല. അവർ റോഡിൽ വെച്ച് പോവും അല്ലേ, റോഡിൽ വെച്ച് ബ്ലോക്കാക്കിയിട്ട് പോവും. മനസ്സ് മൃഗങ്ങൾക്കുമുണ്ട്, പക്ഷേ അത് ശരീരത്തിന് വിധേയമാണ്. നമുക്ക് ഇവിടുന്ന് വിസർജിക്കാൻ തോന്നുമ്പോൾ നമ്മൾ പറയും അനങ്ങാണ്ട് കിടന്നോ പേരിങ്കോട്ടല്ലേ, പഴയൊരു നാടൻ പാട്ടിലുണ്ട്, തവരപ്പാട്ടിൽ. ശരീരത്തോട് പറയും മനസ്സ് ആജ്ഞാപിക്കും നിക്കവിടെ. അപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. ഗുരു ഏത്? മനസ്സ് ഗുരുവും ശരീരം ലഘുവുമാകുന്നപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. മനസ്സ് ലഘുവും ശരീരം ഗുരുവുമാകുമ്പോൾ മൃഗമാകുന്നു. നമ്മുടെ ഉള്ളിൽ ഇത് രണ്ടും ഉണ്ട്, മൃഗഭാവമുണ്ട്, മനുഷ്യഭാവമുണ്ട്. അതിലേറ്റവും പ്രഭാവമുള്ള മൃഗഭാവമാണ് സിംഹത്തിൻ്റെത്. അതുകൊണ്ടാണ് നമ്മൾ കാട്ടിലെ രാജാവായിട്ട് സിംഹത്തെ അവരോധിച്ചത്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് ഇതുവരെ ഒരു സിംഹത്തിനും അറിയില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് അത് കൊട്ടാരം വേണമെന്ന് പറയും. അത് നിലത്ത് കിടന്നുറങ്ങുക. സിംഹത്തെ കാട്ടിലെ രാജാവാക്കിയത് നമ്മളാ. എന്തുകൊണ്ടാ? അതിന് 2 ഭാവങ്ങളുണ്ട്. നിങ്ങൾ അറിയുമോ? സിംഹത്തിന് 2 ഭാവങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ കടിച്ചു കീറാനുള്ള മൃഗഭാവം. 2, ഒരു ടെറിറ്ററിയെ കീഴടക്കാനുള്ള ഔദ്ധത്യം. അതുകൊണ്ടാണ് നമ്മൾ സിംഹത്തെ രാജാവാക്കിയത്. ഈ 2 ഭാവങ്ങളിൽ കടിച്ചു കീറുന്ന അഭിമുഖമായ സിംഹമല്ല നമുക്ക് വേണ്ടത്. ടെറിറ്ററികൾ കീഴടക്കുന്ന സിംഹമായിട്ട് നിങ്ങൾ മാറൂ എന്ന ആഹ്വാനമാണ് ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം.
അശോകൻ സ്ഥാപിച്ച അശോക സ്തംഭത്തിന്റെ അർത്ഥം അറിയുമോ? ഒരു ഹിസ്റ്ററി മാഷും ഞങ്ങളെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല എന്താ അശോക സ്തംഭത്തിന്റെ അർത്ഥം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും അറിയില്ല അശോക സ്തംഭത്തിന്റെ അർത്ഥം എന്താണ്. അതിനെപ്പറ്റി പഠിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് അശോകൻ ഉണ്ടാക്കിയ സ്തംഭത്തിന്റെ നേർ വിപരീത സ്തംഭമാണ് പാർലമെന്റിന്റെ മേലെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിംഹത്തിന്റെ മൃഗഭാവമുണ്ടല്ലോ, കടിച്ചു കീറുന്ന, അഭിമുഖമാകുന്ന, ആ അഭിമുഖമായിട്ട് കലിംഗ യുദ്ധത്തിൽ യുദ്ധം ചെയ്തിട്ട് നശിച്ചുപോയ മനുഷ്യരെ നിങ്ങൾ അഭിമുഖമായിട്ട് നിൽക്കല്ല, പരാങ്മുഖമായിട്ട് 4 ദിക്കുകളിലേക്ക്, നോർത്തിലേക്ക്, ഈസ്റ്റിലേക്ക്, വെസ്റ്റിലേക്ക്, സൗത്തിലേക്ക് പോകൂ. 4 ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, അതാണല്ലോ ന്യൂസ്. 4 ദിക്കുകളിലേക്ക് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ. നമ്മുടെ ഉള്ളിലുള്ള ആ ഇച്ഛാശക്തിയെ 4 ദിക്കുകളിലേക്ക് തുറന്നു വിടുന്നു. അതാ അശോകസ്തംഭത്തിന്റെ അർത്ഥം. ശമഭാവം, ശാന്തഭാവമാണ് സിംഹത്തിന്, ക്രൗര്യഭാവമല്ല അശോകൻ ഉണ്ടാക്കിയ സ്തംഭത്തിന്. എന്നാൽ പാർലമെന്റിന്റെ മേലെ സ്ഥാപിച്ച അശോക സ്തംഭത്തിന് ദംഷ്ട്രകൾ കാണിക്കുന്ന അലറുന്ന ക്രൗര്യഭാവമാണ്. അശോകസ്തംഭം എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേർ വിപരീത സ്തംഭമാണ് പാർലമെന്റിന്റെ മേലെ ഉണ്ടാക്കിയത്. കാരണം ഇതെന്താന്ന് അന്വേഷിച്ചില്ല. നമ്മൾ ആരും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഇവിടെ എല്ലാവരും സ്കൂൾ പഠിച്ചവരല്ലേ. ആഴ്ചകൾ 7 നമ്മൾ പഠിപ്പിച്ചു. എങ്ങനെയാണ് 7 വന്നത് എന്ന കണക്കറിയുന്ന ആരും കൊണ്ടോ? ഒന്ന് കൈവെക്കൂ. ആഴ്ചക്ക് എങ്ങനെ 7 ദിവസമായത്? 7ന്റെ കണക്കെന്താണ്? ആരും കൊണ്ടോ? നമ്മൾ അന്വേഷിച്ചിട്ടില്ല. മാഷ് പറഞ്ഞു, ഓ കേട്ടു. എന്തുകൊണ്ട് മണിക്കൂറിന് 60 മിനിറ്റായി? ചോദിച്ചിട്ടില്ല. ചോദിച്ചോ? എന്തുകൊണ്ട് ഒരു ദിവസം 24 മണിക്കൂറായി? അതും അശോകസ്തംഭത്തിലെ 24 ആരക്കാലുള്ള ചക്രവും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? എന്തുകൊണ്ട് അശോക ചക്രത്തിൽ 24 ആരക്കാല്? എന്തുകൊണ്ട് മാസത്തിന് 12 ദിവസം? എന്തുകൊണ്ട് സംസ്കൃത ഭാഷയിലുള്ള സപ്തം, അഷ്ടം, നവം, ദശം എന്ന അക്കവും ഇംഗ്ലീഷ് കലണ്ടറിലെ മാസങ്ങളും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? സപ്തം, അഷ്ടം, നവം, ദശം എണ്ണമാണല്ലോ സംസ്കൃതം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതെങ്ങനെ എന്തോ ബന്ധമുണ്ടോ? അമ്മ അന്വേഷിച്ചോ? നമ്മൾ അന്വേഷിച്ചോ? സെപ്റ്റംബർ 7-ാം മാസം അല്ലല്ലോ, 9-ാം മാസം. ഒക്ടോബർ 10-ാം മാസം, 8-ാം മാസം അല്ല. നവംബർ 9-ാം മാസം അല്ല, 11-ാം മാസം. ഡിസംബർ 12-ാം മാസം, 10-ാം മാസം അല്ല. പക്ഷെ ഇതെങ്ങനെ വന്നു? അപ്പൊ കലണ്ടറിന്റെ ചരിത്രം അന്വേഷിക്കാൻ പോകണം. കലണ്ടറിന്റെ ചരിത്രം അന്വേഷിക്കാൻ പോകുമ്പോഴാണ് 10 മാസങ്ങളെ പണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചന്ദ്രൻ 12 തവണ ചുറ്റുന്നു എന്ന് കണ്ടെത്തിയിട്ട് 2 മാസം എക്സ്ട്രാ കൂട്ടാൻ തീരുമാനിച്ചത് ജൂലിയസ് സീസറിന്റെ കാലത്തായതുകൊണ്ട് ഒരു പുതിയ മാസം ഉണ്ടായി, ജൂലൈ സീസറിന്റെ. അഗസ്റ്റസ് സീസറിന്റെ പേരിൽ ആഗസ്റ്റ് ഉണ്ടായി. അപ്പോൾ ജൂലൈയും ആഗസ്റ്റും വരുന്നതിന് മുമ്പ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞാൽ പിന്നെ 7-ാം മാസം സെപ്റ്റംബറാ, 8-ാം മാസം ഒക്ടോബറാ, 9-ാം മാസം നവംബറാ, 10-ാം മാസം ഡിസംബറാ. എന്ന് പറഞ്ഞാൽ സംസ്കൃതവും ഈ ലാറ്റിനും ഒരേ നാട്ടിലെ ഭാഷയാണെന്നതിന്റെ തെളിവാണ്. ഒരറിവും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് അല്ല, പരസ്പര പൂരകങ്ങളാണ്. പരസ്പര പൂരകങ്ങളാണ്. നമ്മുടെ കലണ്ടർ എപ്പോഴുണ്ടായെന്ന് അറിയുമോ? മലയാളിയുടെ കലണ്ടർ ഉണ്ടായത് AD 825-ാം ആണ്ടിലാണ്. നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ വന്നത് എപ്പോഴാ? പോർച്ചുഗീസുകാർ വന്നപ്പോഴാ. അതിനു മുമ്പ് നമ്മുടെ കലണ്ടറിന്റെ പേര് പഞ്ചാംഗം എന്നായിരുന്നു, പുസ്തക രൂപത്തിലായിരുന്നു. ആ കലണ്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. മലയാളിക്ക് ഡേറ്റ് ഇല്ല, സ്റ്റാറാ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രത്തിന്റെ പേരിലാണ് ഓരോ ദിവസവും അറിയുന്നത്. അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചാൽ ഒരു മാസം തികഞ്ഞിട്ട് കുട്ടിയുടെ ജന്മനക്ഷത്രം ഫസ്റ്റിൽ വരുന്ന 28-ാമത്തെ ദിവസം പേര് വിളിക്കുന്ന. 28ന്റെ കണക്ക് മനസ്സിലായില്ലേ? ഒരു 80-ന് മുമ്പ് ജനിച്ച രക്ഷിതാക്കൾക്കെല്ലാം 3 കേക്ക് മുറിക്കാൻ ചാൻസ് ഉണ്ട്. 3 കേക്ക് മുറിക്കാം, 3 ജന്മദിനം ആഘോഷിക്കാം. 1 മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇംഗ്ലീഷ് തീയതി, 2 മലയാള മാസവും നക്ഷത്രവും, 3 LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നിശ്ചയിച്ചൊരു തീയതി ഉണ്ടാവും അല്ലേ? എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നിട്ടൂർ കുഞ്ഞിരാം മാഷി ചോദിച്ചു, എപ്പാ നാരായണ ഇവനെ പ്രസവിച്ച്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, പൊരളിമലയിൽ പൊനങ്കൃഷി നടത്തിയിരുന്ന കൊല്ല ഇവനെ പെറ്റത്. അതേത് കൊല്ല? അത് കണ്ണവമ്പാലത്തിൻ്റെ കണ്ണടഞ്ഞ് വെള്ളം കയറിയ കൊല്ല. ഇതെവിടുന്ന് മാഷക്കറിയും? അപ്പം ജൂണ് ചേർക്കണമെങ്കിൽ 5 വയസ്സ് തികയണമെങ്കിൽ മെയ്യിലെങ്കും മിനിമം പ്രസവിക്കണം. അതുകൊണ്ട് എന്നോട് മാഷ് പറഞ്ഞു, നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് 4 അതെൻ്റെ SLC ബുക്കിൽ വന്നു. ഞാനത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ 4/5
1969 കൊടുത്തു. ഇപ്പോൾ മെയ് 4-ാം തീയതി എനിക്കിങ്ങനെ മെസ്സേജ് വരും, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അതെല്ലാം പരേതനായ നിട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാരബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അത് അയാൾ നിശ്ചയിച്ചതാണ്. 3 ജന്മദിനം അല്ലേ? അത് ഈ നക്ഷത്രത്തിനും പ്രശ്നമുള്ളത് കൊണ്ടാണ്. എൻ്റെ കൂടെ സെൻറ് കോർണേലിയസ് സ്കൂൾ പഠിച്ച കുട്ടികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താൻ 241 കുട്ടികളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ജന്മദിനാശംസ അറിയിക്കാൻ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു. നോക്കുമ്പോൾ 218 ആളെയും പറ്റത് മെയിലാണ്. ഇതെല്ലാം മാഷ് നിശ്ചയിച്ചതാ. ഇതേപ്പറ്റി ആരെങ്കിലും ഗവേഷണം നടത്തി, നരവംശാസ്ത്രജ്ഞന്മാർ ഇത് യഥാർത്ഥം അറിയാൻ അതെ ഗവേഷണം നടത്തിയിട്ട് പറയും, പണ്ട് 1980 മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ മെയ് മാസം ഒരുമിച്ച് ക്യാമ്പ് നടത്തി പ്രസവിക്കലായിരുന്നു അല്ലേ? എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ഞാൻ ഇത് പറഞ്ഞു വന്നത്, ഈ 28 ദിവസം 12 മാസം 27 ദിവസം 12 ഗുണിക്കണം 27 324 കിട്ടൂ. നമുക്ക് 365 ടാലിയാവാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 365 ടാലിയാവുന്നില്ല. അപ്പം ടാലിയാക്കാൻ എന്തുണ്ട് മാർഗം? 324 ഉള്ളൂ. അപ്പോൾ 365 മൈനസ് 324 സമം 41. അതാണ് ഭൂമി സൂര്യനെ ചുറ്റുന്ന മണ്ഡലം പൂർത്തീകരിക്കാൻ 41 ദിവസത്തിൻ്റെ കുറവുണ്ട്. അതാ മണ്ഡലമാസം 41. മനസ്സിലായോ? 41ന്റെ കണക്ക് ഇതുവരെ ഒരു സ്വാമിക്കും അറിയില്ല. കാരണം ചോദിച്ചിട്ടില്ല. എല്ലാവരും 41 മണ്ഡലകാലം, നമ്മളും 41 അന്വേഷിച്ചിട്ടില്ല. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കൂ. ചോദ്യം ചോദിക്കണം. അവരുടെ മനസ്സ് അന്വേഷിക്കട്ടെ, പ്ലസ് ആവട്ടെ. എന്തുകൊണ്ടാണ് ഓരോന്നിനും എങ്ങനെ അർത്ഥം വന്നത് എന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവരുടെ മനസ്സ് ഗുരുവാവണം. ആ മനസ്സ് പക്ഷേ എന്താ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട കഥ എന്താണെന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട, എല്ലാ സ്കൂളിലെ കുട്ടികളും കേട്ട കഥ ആമയും മുയലും പന്തയം വെച്ച കഥയാണ് അല്ലേ? അത് കേൾക്കാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല. മുയൽ കുതിച്ചോടി, തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകില. അപ്പോൾ സമയമുണ്ട്, വെറുതെ നേരത്തെ പോയിട്ട് സ്വർണ്ണ മെഡൽ ഡബിളൊന്നും കിട്ടൂലല്ലോ. ഒന്ന് വിശ്രമിക്കാം. വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്കം തെളിഞ്ഞപ്പോൾ ആമ പോയി ട്രോഫി വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് അധ്യാപകർ പറയും, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. ഈ കഥയാണ് നമ്മളെല്ലാം കേട്ട കഥ. ആ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഈ ശരീരമാണ് ആമ, മനസ്സ് മുയല. ശരീരം മെല്ലെ വളരൂ. മൃഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ശരീരം എത്ര മെല്ലെയാണ്. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടും. നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ? 6 മാസം കഴിയും ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ. LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവും. 3-ാമത്തെ വയസ്സിൽ പശുവിനെ ചെന്ന് നോക്കൂ, അത് പ്രസവിച്ചിട്ട് മുലയൂട്ടുന്ന അമ്മയാ. നമ്മളെ കുട്ടി കൊഞ്ചു മോളാ. നമ്മുടെ ശരീരം മെല്ലെ വളരും, പക്ഷെ മനസ്സോ? നിങ്ങൾ കുട്ടികളുടെ പാട്ടും ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാനിവിടെ വന്നപ്പോൾ ഇന്നത്തെ കംപ്ലീറ്റ് മൂഡ്, എൻ്റെ ക്ലാസ്സിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്തത് എനിക്ക് ഇവിടുന്ന് തന്ന അപ്പോൾ ഇഷ്ടമല്ല, ഇവിടെ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് നടത്തിയ ഒരു പാട്ട്, ഒരു ഡാൻസില്ലേ, എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ കോറിയോഗ്രാഫി. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ്. ഒരു ചലനത്തിൽ ഭാവ വ്യത്യാസമില്ല. സാധാരണ ഏത് നൃത്തത്തിലും കുറച്ച് കുട്ടികൾ ദേഷ്യം വന്നിട്ടും കുറച്ച് കുട്ടികൾ പ്രസാദാത്മകമായിട്ടുണ്ടാവും. ഞാൻ മുഴുവൻ കുട്ടികളെ നോക്കി, ഒരു കുട്ടിയുടെ മുഖത്ത് പോലും പുഞ്ചിരി മാഞ്ഞ ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. ഈ ഡാൻസിൻ്റെ ടെൻഷൻ കൊണ്ട് അങ്ങോട്ട് എങ്ങനെയാ കളിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ബേജാറും കൊണ്ട് കളിക്കുന്ന കുട്ടികളെ ആ മസാല സ്ഥലത്തും കാണുക. എന്നാൽ അവർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, പ്രസാദാത്മകമായ മുഖത്തോടെ. അത് കഴിഞ്ഞിട്ട് ചിന്ന ചിന്ന ആശൈ, എത്ര മനോഹരമായിട്ടാണ് കുട്ടി പാടി അല്ലേ? എത്ര മനോഹരമായി പാടി. അവരുടെ ബുദ്ധി, അവരുടെ കഴിവുകൾ അപാരമാണ്. ചില ഈ TV ഷോയിലുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ പാടുന്നതൊക്കെ കണ്ടാൽ, അതിന് ജഡ്ജസ് ചോദിക്കുന്നതിന് മറുപടി പറയുന്നത് കേട്ടാൽ നമ്മളൊക്കെ എത്ര ചെറുതായി പോകുന്നറിയോ? എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികൾ എന്തെല്ലാം ചിന്തിക്കുന്നത്, എത്രയാ പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് 600-ൽ 360 കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാ. ഇന്ന് കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്രയാ? വെറും B. A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B ആണ് അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. എന്തൊരു പഠിപ്പാ കുട്ടികൾ. പക്ഷേ ഈ മുയൽ കുതിച്ചു പായ മനസ്സ്, ശരീരം എന്ന ആമ മെല്ലെ വളരുക. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. കേരളത്തിലെ പാരന്റ് മീറ്റിങ്ങുകളിൽ ഒന്നും അഭിമുഖീകരിക്കാത്ത, ചർച്ച ചെയ്യാത്ത, സർക്കാർ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആ പോയിന്റ് ഇതാണ്: ഈ ആമ മുയലിനെ ഓവർടേക്ക് ചെയ്യുന്നു. എപ്പോഴാണ്?
മനഃശാസ്ത്രപരമായി ഫ്രോയിഡിൻ മനഃശാസ്ത്രവുമായി കണക്ട് ചെയ്തിട്ട് പഠിക്കൂ. നമ്മുടെ കുട്ടികൾ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ അവന്റെ ശരീരത്തിൽ മറ്റൊരാൾ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. അതൊരു തെറ്റാണോ? അല്ല. ഹോർമോൺ ഉൽപാദനം ആരംഭിക്കുന്നു, അവൻ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നു, കാമവികാരം ഉണരുന്നു. പണ്ട് കാമവികാരം ഉണരാൻ, കൗമാരത്തിൽ പ്രവേശിക്കാൻ കാമവും കൗമാരവും കണക്ഷനാണ്. ഒരു കാലമുണ്ടായിരുന്നു. എത്രയാ അതിന്റെ കണക്കെന്നറിയാവോ? പണ്ട് ഒരു 60 കൊല്ലം മുമ്പ് വയലാർ എഴുതി യേശുദാസുവിന്റെ ഒരു പാട്ടിലുണ്ടാ കണക്ക്. 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കീരുകീരെ തുറന്നു നോക്കി. അന്ത 200 പൗർണമി ചന്ദ്രികകൾ. 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 84 വയസ്സ്, 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ 17 വയസ്സ്. മധുര 17കാരിയ അല്ലേ? 17ാമത്തെ വയസ്സിൽ കൗമാരം തുടങ്ങുന്നു. അന്നെന്താ? അന്നത്തെ ഭക്ഷണം അങ്ങനെയാ. ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ എന്ന് പറയുന്ന കാലം. ഇനി ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? എന്നാൽ ഇപ്പോ നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറിയപ്പോ പെൺകുട്ടികൾ ഋതുമതിയാവുന്നത് നേരത്തെയല്ലേ? കൗമാര UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യുന്നില്ലേ? കൗമാരം തുടങ്ങുന്നത് നേരത്തെയായി. അത് ഡബിൾ സ്ട്രോങ്ങിലാണ് ഈ ഹോർമോണുകൾ. ആ ഡബിൾ സ്ട്രോങ് ആവുമ്പോ അവന്റെ ശരീരം ഗുരുവും മനസ്സ് ലഘുവുമാകുന്നു. ശരീരത്തിന് ഭക്ഷണം വേണം, ശരീരത്തിന് ഇണയെ വേണം, ശരീരത്തിന് സുഖം വേണം എന്ന് പറഞ്ഞ് ഓടുക നമ്മുടെ കുട്ടികൾ. അവര് പോലും അറിയില്ല. ചില കുട്ടികൾ പറയാറുണ്ട്, ഞാനെന്തല്ല കളിക്കുന്നത് എനക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്ന് അവർ പറയാറുണ്ട്. കാരണം അവരുടെ മനസ്സിനെ കയറി ഭരിക്കുകയാണ് ശരീരം. ഇവിടെയാണ് നിങ്ങൾ അതിലെന്താണ് ഇടപഴകാൻ കഴിയുക? നിങ്ങൾക്ക് ശരീരത്തെ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അത് പ്രകൃതി നിയമമാണ്. ശരീരത്തെ നിഷേധിക്കാൻ പറ്റില്ല. അതിൻ്റെ തൃഷ്ണകളെ, അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റുകളെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഈ ശരീരമാകുന്ന ആമ മറികടക്കാതിരിക്കാൻ മുയൽ ഉറങ്ങരുത്. അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മുയൽ ഉറങ്ങരുത്. ആ മുയലിനെ നിരന്തരം മുന്നോട്ട് കുതിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുക. നിരന്തരം മുന്നിലോട്ട് കുതിക്കുക. ഈ സമയത്ത് കുട്ടികൾക്ക് എവിടെന്നെങ്കിലും ഒരു പയ്യൻ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. രണ്ടാഴ്ച ഉറക്ക് വരില്ല അവർക്ക്. അത് അവരുടെ കുറ്റമല്ല, നമ്മളും ആ പ്രായം കടന്നു വന്നതല്ലേ. അടുത്ത ദിവസം പോയി എന്ന് കേൾക്കാം. കാരണം മുയലുറങ്ങി, ആമ പോയി. ഒരു കൊല്ലം കഴിയുമ്പോൾ ആമ ട്രോഫിയും വാങ്ങി വരും. ട്രോഫി എടുത്തിട്ട് അവൻ വെറും കഞ്ചാവാന്ന് ഇപ്പാ മനസ്സിലായതമ്മേ. പ്രണയങ്ങൾ ഇന്ന് സുലഭമാണ്, പക്ഷേ ആത്മാർത്ഥ പ്രണയങ്ങൾ വളരെ കുറവാണ്. ശരീരത്തിന്റെ കാമചോദനകളാണ് പ്രണയങ്ങളായി മാറുന്നത്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന് പാടുന്ന ഒരു കുട്ടിയും ഒരു സ്ഥാപനത്തിലും ഇല്ല. പകരം കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കണ്ണാള എന്ന് പാടുന്ന കുട്ടികളായി മാറി. ഇങ്ങനെ മാറുമ്പോ അത് അവരുടെ കുറ്റമല്ല, പുതിയ കാലത്തിന്റെ ട്രെൻഡാണ്. അവരുടെ ശരീരമാണ് പ്രധാനം. ഈ ശരീരത്തെ മേൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു മനസ്സിന് ഉണ്ടാകണമെങ്കിൽ അവർക്ക് ഐക്യു മാത്രം പോരാ, ബുദ്ധിശക്തി മാത്രം പോരാ, അവർക്ക് വൈകാരികമായ പക്വത, അതിൻ്റെ കോഷ്യന്റ് ഉണ്ടാക്കണം. നിങ്ങൾ അതിനെന്ത് വേണം? നിങ്ങൾ അവരോടൊത്ത് അവരുടെ വികാരങ്ങളെ കാണാനും നിങ്ങളുടെ വികാരങ്ങൾ ഷെയർ ചെയ്യാനും കഴിയണം. അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കാണണം കുട്ടികൾ. വിവാഹത്തിന് ശേഷവും പ്രണയിക്കാം. അപ്പൊ പ്രണയത്തിന്റെ മൂല്യം അവരറിയും. പലരും നമ്മളെ മലയാളികളുടെ ധാരണ കല്യാണത്തോടുകൂടി ഫുൾ സ്റ്റോപ്പ് ഇടുന്നതാണ് പ്രണയം. അതിന് മുമ്പാണ്. കല്യാണത്തിന് ശേഷം ഞാൻ ഒരുപാട് സദസ്സ് ചോദിച്ചു, വിവാഹത്തിന് ശേഷം ഐ ലവ് യു എന്ന് പറയുന്ന ഏതെങ്കിലും അച്ഛനുണ്ടോ ഒരമ്മയുണ്ടോ? പരസ്പരം ഭാര്യയും ഭർത്താവും വിവാഹത്തിന് ശേഷം ഐ ലവ് യു എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്തേ പറയാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം LICന്റെ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഒരു വിദ്വാൻ എഴുന്നേറ്റെന്ന് പറയാ, വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്നറിയോ? എന്താ? എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന്. എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പൊ ഈ എലക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രചരണമാണോ ഇത്? അല്ല. അച്ഛനും അമ്മയും പരസ്പര ആദരവോടെ പ്രണയത്തിൽ ജീവിക്കുന്ന കാണുന്ന കുട്ടികൾക്ക് വൈകാരികമായ പക്വതയും മാനസികമായ ഊർജവും ഒരുപാടുണ്ടാകും.
നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ അതൊന്ന് മക്കളുടെ മുമ്പ് പ്രകടിപ്പിക്കണ്ടേ? ഒന്ന് അടുത്തിരുന്ന് ഒന്ന് കൈകൾ മടിയിൽ വെച്ചിരുന്നാൽ എന്തോ കുറ്റമുണ്ടോ? അതിൻ്റെ ലൈസൻസ് അല്ലേ നിങ്ങൾക്ക് കഴുത്ത് കെട്ടി തന്നത്? മക്കളുടെ മുന്നിൽ പ്രണയിച്ച് പരസ്പര ബഹുമാനവും ആദരവും കാണിക്കുന്ന അച്ഛനും അമ്മയാവുക. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. കൂത്തുപറമ്പ് പാനൂർ മേഖലയിലെ ക്രിമിനലുകളുടെ വീടുകളിൽ സോഷ്യോളജി MSW കഴിഞ്ഞ ഒരു പറ്റം കുട്ടികൾ നടത്തിയ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ നിന്ന് മനസ്സിലായത് മിക്ക ക്രിമിനലുകളുടെയും ബാല്യം അച്ഛനും അമ്മയും ചണ്ടയായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ നാടുവിട്ടുപോയി, അല്ലെ അച്ഛൻ മരിച്ചുപോയി. അച്ഛനും അമ്മയും സ്നേഹത്തിൽ ജീവിക്കുന്നത് കാണാത്ത കുട്ടികളാണ് മിക്കതും ക്രിമിനൽ ടീമിൽപ്പെട്ടത്. നിങ്ങൾക്കൊന്ന് പരസ്പരം സ്നേഹത്തോടെ ആദരവോടെ പെരുമാറും. സ്നേഹം മൂടിയിട്ട് പൂട്ടിട്ട കുപ്പിയിൽ വെച്ചിരിക്കുന്ന തേനാണ്. ഒരു തുള്ളി പുറത്ത് ഒഴുകുന്നില്ല, പിന്നെ എന്തിനാണ് തേന്? അതൊഴുക്കൂ പുറത്തേക്ക്. നിങ്ങൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ മക്കളും പരസ്പര സ്നേഹം പങ്കിടൂ. വാക്കുകൾ നല്ലത് പറയൂ. അതാണ്. അതിന് അവരുടെ മനസ്സുറങ്ങാൻ അനുവദിക്കാതെ മുന്നോട്ട് കുതിക്കൂ. അവരുടെ ശരീരം, ആ ശരീരത്തിന്റെ ഹോർമോണുകൾ നമുക്ക് എളുപ്പമൊന്നുമല്ല നിയന്ത്രിക്കാൻ. അതിന്റെ പണിയെടുക്കും. നമുക്ക് അതിൽ ഇടപെടാൻ അധികാരമില്ല. അത് പ്രകൃതി നിയമമാണ്. പക്ഷെ നമുക്ക് ഇടപെടാൻ, നമുക്ക് കൺട്രോളുള്ള ഒരു സാധനം നമ്മുടെ കുട്ടികളുണ്ട്. അവന്റെ മനസ്സാണ്, അവന്റെ ഹൃദയമാണ്, അവന്റെ ബുദ്ധിശക്തിയാണ്, അവന്റെ പക്വതയാണ്, അവന്റെ ധാർമ്മിക ശക്തിയാണ്, അവന്റെ വൈകാരിക ശക്തിയാണ്, അവന്റെ സാമൂഹ്യ ബന്ധങ്ങളാണ്. ആ സാമൂഹ്യ ബന്ധങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾ സമൂഹവുമായിട്ടും പ്രകൃതിയുമായിട്ടും കൂട്ടിച്ചേർക്കൂ കുട്ടികളെ. നിങ്ങളുടെ കുട്ടികൾ ഇന്ന് കണി കണ്ടിട്ടുണ്ടാകുക മിക്കതും ക്ലോസറ്റ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് നേരെ ക്ലോസറ്റ് കണി കാണുന്ന കുട്ടികളെ മാറ്റിയിട്ട് പ്രഭാതത്തെ കണി കാണാൻ മുന്നിലത്തെ വാതിൽ തുറക്കൂ. പ്രഭാതത്തെ കണി കാണുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇസ്രായേലിലെ പട്ടാളക്കാരുടെ പണിയെടുക്കല്ല. ഇസ്രായേലിലെ പട്ടാളക്കാർ ഗാസയിലേക്ക് 3 മിസൈലിൽ തീ കൊടുത്തിട്ട് മാത്രമേ പല്ല് വരെ തേക്കും പോലും. ഇപ്പോൾ രാവിലെ ഇതാ ജോലി എന്നാ പറയുന്നത്. അതുപോലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ടിക്ക് 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 3 അടുപ്പ് അങ്ങ് കത്തിക്കും. ഇതാണ് നമ്മുടെ പ്രധാന ജോലി. ഭക്ഷണം ശരീരത്തിന് വേണ്ടത് മാത്രം. നോ. വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങി മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ നോക്കിയിട്ട്, അവിടെ വന്ന പൂമ്പാറ്റകളെ നോക്കിയിട്ട്, ഒന്നുമില്ലെങ്കിൽ അയ്യപ്പ പണിക്കരുടെ പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിയിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്നൊരു കവിത ചൊല്ലിക്കൂടെ? അല്ലെ ഒരു പഴയ സിനിമ പാട്ടെങ്കും പാട്. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. പ്രഭാതത്തിൽ ഒരു അരമണിക്കൂർ നേരം കുട്ടികളോടൊത്ത്, പ്രകൃതിയോടൊത്ത് നിങ്ങളുടെ പരസ്പരം മനസ്സുകൾ ഒരച്ച് ഒരു ഇക്വിലിബ്രിയത്തിലെത്തിയാൽ, ഒരു ലാസാഗു കണ്ടെത്തിയതിന് ശേഷം മതി അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള പ്രക്രിയയിലേക്ക് പോക്ക്. ആ മനസ്സിനെ പ്രസാദാത്മകമായി ഉണർത്തൂ. നമ്മുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്കൂ. നമ്മുടെ ഒരു ശീലം പഴയതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല. അതല്ലേ ഇല്ലുമിനാട്ടി എന്താണെന്നോ ആവേശത്തിലെ പാട്ടെന്താണെന്നോ നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ചർച്ച ചെയ്തില്ല. നമ്മൾ പഴയ സങ്കല്പത്തിലാണ്. ആ പഴയ സങ്കല്പമല്ല. നിങ്ങൾ വളരണം. മിടി വളരുമ്പോ മൺകലം വളരണം. ഇല്ലെങ്കിൽ ആ മൺകലത്തെ നിങ്ങളുടെ ധിക്കരിക്കും കുട്ടികൾ, മൺകലത്തെ പൊട്ടിക്കും. ഇനി നിങ്ങൾ ഭയങ്കരന്മാരാണ്, അച്ചടക്കത്തിൽ പോറ്റുന്നവരാണെങ്കിൽ മൺകലം പൊട്ടൂല, പക്ഷെ മത്തങ്ങ കെട്ടുപോകും. ആ മത്തങ്ങ കെട്ടുപോകാൻ ഇടവരുത്തുന്നതിന് നമുക്കെന്ത് അധികാരം? ആ മത്തങ്ങയോ ഏത് ചെടിയോ ഏതോ പൂവോ വളരാൻ ആകാശമൊരുക്കി കൊടുക്കലാണ് നമ്മുടെ പണി. അതുകൊണ്ട് പാരന്റിങ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല. പണ്ട് മക്കളെ പെറ്റു, അവരെ പോറ്റി എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷകർത്താവുന്നില്ല. അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാ. ഇന്നെന്താണ് നിങ്ങളുടെ മക്കളുടെ മനസ്സിനും ഹൃദയത്തിനും വികാരത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും നിങ്ങൾ ഇന്നെന്താ കൊടുത്തത്? അതാണ് ചോദ്യം. ഭക്ഷണം എന്തുണ്ടാക്കി കൊടുത്തു എന്നല്ല. നിരന്തരം നിങ്ങളെ പുതുക്കുക. നിങ്ങളെ പുതുക്കുമ്പോൾ അതിൻ്റെ വളർച്ച കാണുന്ന കുട്ടികൾക്ക് നിങ്ങളോട് ബഹുമാനമുണ്ടാവും. പണ്ട് രക്ഷിതാക്കളെ കുട്ടികൾക്ക് ഭയമായിരുന്നു, പേടിപ്പിച്ച് വളർത്തും. പിന്നെ ഒരു കാലം വന്നോ DP EP വന്നപ്പോൾ സൗഹൃദമായി. മാഷും കുട്ടിയും സൗഹൃദമായി. ഇപ്പോൾ മാഷും രക്ഷകർത്താക്കളും കുട്ടികളോട് കെഞ്ചുകയാണ്, പ്ലീസ് ഒന്ന് എണീക്കട, പ്ലീസ്. കാണൂ നമ്മൾ ഇത് മൂന്നും തെറ്റാണ്. ബഹുമാനം.
രക്ഷകർത്താക്കളോട് കുട്ടിക്ക് ബഹുമാനമുണ്ടാകാൻ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾ സ്വയം ഒന്നാലോചിക്കും. നിങ്ങളെ ബഹുമാനിക്കാൻ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ബഹുമാനിക്കുമോ? വസ്ത്രം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ബഹുമാനിക്കുമോ? കാരണം അതൊന്നും കിട്ടാത്ത നമുക്ക് കിട്ടിയപ്പോൾ അത് വലിയ ബഹുമാനായി. പക്ഷെ ഇപ്പൊ കുട്ടിയൊക്കെ ജനിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കിട്ടി, അതൊന്നും ഒരു വലിയ അത്ഭുതമൊന്നുമല്ല. വസ്ത്രവും ഭക്ഷണവും കൊടുത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ബഹുമാനിക്കില്ല. നിങ്ങൾക്ക് ഒരു സംസ്കാരം, നിങ്ങൾക്ക് ഒരു ആർദ്രത, നിങ്ങൾക്കൊരു അന്വേഷണാത്മകത, നിങ്ങളുടെ ഒരു ബുദ്ധിശക്തി, വളർച്ച, ചിന്ത, ചർച്ച, ഡെമോക്രസി, ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കും കുട്ടികൾ. അവനൊരു വ്യക്തിയാണ്. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടും ഫീസ് കൊടുക്കുന്നത് കൊണ്ടും നിങ്ങൾ അവനെ അടിമയാക്കണ്ട. അവനെ സൗഹൃദത്തിൽ അവനെ ചേർത്ത് പിടിക്കുക, അവൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത്തരത്തിൽ നമ്മൾ വളരുക. രക്ഷിതാക്കളെ, നിങ്ങളല്ല, നമ്മൾ വളരുക. ഞാൻ ഓരോ ദിവസവും എൻ്റെ മകനിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അവനോട് എങ്ങനെ പെരുമാറണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിൽ ഞാൻ വളരുന്ന രക്ഷിതാവാണ്. അത്തരത്തിൽ വളരുന്ന രക്ഷിതാവായി, പ്ലസ് ആവുന്ന രക്ഷിതാവായി, ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഇന്ന് പ്ലസ് ആവുന്ന രക്ഷിതാവായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ രക്ഷകർത്തൃ സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ PTA പ്രസിഡന്റിനോടും മാനേജരോടും പ്രിൻസിപ്പളിനോടും നന്ദി അറിയിക്കുന്നു. ഇത്രയും വലിയൊരു സദസ്സ് ഇത്ര നേരം ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ പോലെ എന്നെ അടങ്ങിയിരുന്ന് കേട്ടതിന് നിങ്ങളോടെല്ലാം നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ നിർത്തുന്നു. നമസ്കാരം.